ാണ് ദീപം. ആണോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ തെറ്റാണോ ശരിയാണോ? ഈ തെളിയിക്കണ ദീപാണോ പരംജ്യോതി? ഇതിനേക്കാളും വലിയ തീ ഒന്നും എവിടെയും കണ്ടില്ലേ? പ്രകാശം അതിനേക്കാളും നല്ല പ്രകാശമല്ലേ ട്യൂബ് ലൈറ്റിനുള്ളത്? ശരിയാണോ എന്ന് പറ. പിന്നെന്തിനാ അത് പറയണ നമ്മൾ? മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? എന്താ വെച്ചാൽ നിങ്ങൾ ആലോചിക്കണം, എന്താണ് ഇങ്ങനെ പറയുന്നത്, എന്തിനാണ് പറയുന്നത്, കറക്റ്റ് ആണോ പറയുന്നത്? അങ്ങനെ തന്നെ വിളമ്പുന്നത് വിശ്വസിക്കാൻ നമ്മൾ എന്താ ബുദ്ധിയില്ലാത്തവരാണോ? ആണോ? ഞാൻ പറയുന്നതായാലും പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത്. അത് ചോദിക്കണം. ചോദിക്കുമ്പോൾ എന്ത് കിട്ടാം നമുക്ക്? അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? ഇതല്ലാന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ആണോ അല്ലയോ? അപ്പൊ ഈ കവിത എഴുതിയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ എവിടെയാ പഠിക്കേണ്ട അറിയോ? പുറത്തിരുന്നിട്ടാണ്. സൂര്യപ്രകാശമുള്ള സമയത്ത് അതിനേക്കാളും വലിയ പ്രകാശമൊന്നുമില്ലല്ലോ. ഉണ്ടോ? സൂര്യപ്രകാശത്തിനേക്കാളും വലിയ പ്രകാശമല്ല ഈ കാണുന്ന ഒന്നും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേ? അതിനെ ഒഴിവാക്കിയിട്ട് ഇതിനകത്തിരുന്നിട്ട് ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടൊക്കെ ചെയ്യണം. ഇത് മഹാ അപരാധമല്ലേ? ആരോട് ചെയ്യുന്നത്? സൂര്യനോട് ചെയ്യുന്ന മഹാപരാധമാണത്. ആണോ അല്ലയോ? യെസ്. പക്ഷെ നമുക്ക് സൗകര്യം ഇതാണ്. എന്താ കാരണം? മറ്റു പല കാരണങ്ങളും കൊണ്ട് അല്ലേ? മറ്റു പല കാരണങ്ങളും കൊണ്ടാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ആരാ ഈ വെളിച്ചം? ഞാൻ അങ്ങയെ തിരസ്കരിക്കുകയല്ല. ആരെ? സൂര്യനെ. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള, അതിൻ്റെ സാക്ഷിയായിട്ടുള്ള എല്ലാ അഗ്നിൻ്റെയും ഏറ്റവും വലിയ പരംജ്യോതിയായ സൂര്യന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരാളവിടെ പ്രതിഷ്ഠിക്കുകയാണ്. മനസ്സിലായോ? എന്തിനാ വിളക്ക് തെളിയിക്കണത്? വിളക്ക് തെളിയിക്കണത് സൂര്യൻ, എൻ്റെ പുറത്തുള്ള സൂര്യനെ ഞാൻ അകത്തേക്ക് അങ്ങയുടെ ഇക്വലന്റ് ആയിട്ട്, അങ്ങക്ക് തുല്യമായിട്ട് ഞാനിവിടെ സ്ഥാപിക്കണം. ഈ ബോധം എന്തെങ്കിലും ഉണ്ടോ ചൊല്ലുമ്പോൾ? ഉണ്ടാവണം. അപ്പോൾ ആ ബോധത്തോടുകൂടി ഒന്ന് ചൊല്ലിയാട്ടെ. അതേല്ലേ? മനസ്സിലായോ? പിന്നെ അടുത്തല്ലേ? ദീപ ജ്യോതിർ ജനാർദ്ദന. ആ ദീപം ആരായിട്ട് ഞാൻ കരുതുന്നു? ജനാർദ്ദനായിട്ട് കരുതുന്നു. എന്താ ജനാർദ്ദനന്റെ പ്രത്യേകത? ജനാർദ്ദനാണ്, വിഷ്ണുവാണ് നമ്മളെയൊക്കെ എല്ലാ കർമ്മങ്ങളും ചെയ്യിപ്പിക്കുന്നത്. ആണോ അല്ലയോ? സൂര്യനുള്ളപ്പോഴല്ലേ കർമ്മങ്ങൾ തുടങ്ങുക. രാത്രി നമ്മൾ അത്ര പണിയെടുക്കാറില്ലല്ലോ അല്ലേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ അമേരിക്കയിൽ ചെയ്യുന്നവരൊഴിച്ചാൽ ബാക്കി നമ്മളൊക്കെ പകല് നമ്മുടെ സമയത്താണ് ചെയ്യുക. ആണോ അല്ലയോ? അപ്പൊ എന്ത് ചെയ്യും നമ്മള്? ഭഗവാൻ ജനാർദ്ദന് തുല്യനാണ്. ഈ സൂര്യൻ എന്ന് പറയുന്നത് എല്ലാ, രാമനായാലും കൃഷ്ണനായാലും ഏത് വംശജരാ? സൂര്യവംശജരാണ്. മനസ്സിലായോ? എന്തിനാ അവർക്ക് സൂര്യവംശജരുടെ പണി കൊടുത്തത്? സൂര്യൻ ഇക്വലന്റ് ആണ്, കർമ്മികളാണ്. കർമ്മമാണ് പ്രാധാന്യം, ധർമ്മമാണ് പ്രാധാന്യം. അതുകൊണ്ട് രണ്ട് ജനാർദ്ദനന് തുല്യമാണ്. ഓക്കെ. പിന്നെ ഹരതു എന്ന് പറഞ്ഞ എന്താ? ഹരിക്കുക എന്ന് പറഞ്ഞാൽ കട്ടുകൊണ്ടുപോവാന്നർത്ഥം. കട്ടുകൊണ്ടുപോവാ. ഞാൻ എല്ലാതെ അങ്ങോട്ട് കൊണ്ടുപോകണം. അറിഞ്ഞുകൊണ്ട് ഇത് കൊടുക്കില്ല നമ്മൾ. ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും കുഴിച്ചിട്ടാലും പോരെ അല്ലേ? ഞാൻ തീയിലിട്ട് നശിപ്പിക്കാം. അഗ്നിയാണ് ഏറ്റവും കൂടുതൽ എല്ലാത്തിനെയും ത്യജിക്കാൻ പറ്റുന്ന സാധനം. പക്ഷെ എൻ്റെ പാപങ്ങൾ ഞാൻ അഗ്നിയിലിട്ട് നശിപ്പിക്കാൻ പോകണമെന്നില്ല. കാരണം എനിക്ക് ബോധമില്ല ഇത് പാപമാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റാണെന്നാണ് എൻ്റെ ബോധം. മനസ്സിലായോ? അതുകൊണ്ടാണ് വൈകുന്നേരമൊക്കെ ഹര 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 എന്ന് ചൊല്ലുന്നൊരു മന്ത്രമുണ്ട്. ഏതാ അത്? മഹാമന്ത്രം. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്താ അതിനർത്ഥം? കൃഷ്ണ രാമ എന്നെ കട്ടുകൊണ്ടുപോകുന്നാണ്. അറിയോ? നല്ല ഭംഗിയുള്ളവരൊന്നും ചൊല്ലരുതെന്ന് പറയുന്നു. അടുത്ത വീട്ടുകാരൊക്കെ പേര് മാറ്റിയിട്ട് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോകും. കാരണം നിങ്ങൾ എല്ലാ ദിവസവും പറയണ്ടേ രാമ എന്നെ കട്ടുകൊണ്ടുപോകും. അടുത്ത വീട്ടിലാൾ രാമന്റെ പേരിട്ട് നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തു.
കേസ് കൊടുക്കാൻ പറ്റും? എല്ലാ ദിവസവും വൈകുന്നേരം എന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ അല്ലേ? ഹരേ രാമ, എന്നെ ഹരിച്ചു കൊണ്ടുപോകുന്നതാണ്, മോഷ്ടിച്ചു കൊണ്ടുപോകും, ഞാൻ അറിയാതെ എന്നെ എടുത്തുകൊണ്ട് പോകും. കാരണം നമ്മൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഭഗവാന്റെ കൂടെ പോകണം. എന്നാൽ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾ സമ്മതിക്കൂ? തയ്യാറാണോ മരിക്കാൻ? ഇപ്പൊന്നും വരാൻ പറ്റില്ല. എല്ലാ പ്രാവശ്യവും പറയും എനിക്ക് ഭഗവാന്റെ അടുത്ത് പോകണം, ഭഗവാന്റെ അടുത്ത് പോകണം. എന്നാ പോവാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നെ ഞാൻ അറിയാതെ എന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകണം. മനസ്സിലായോ? ഞാൻ അറിയാതെ എന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകും. അങ്ങനെയാണ് ഹരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം എൻ്റെ പാപങ്ങളെ എന്ത് ചെയ്യണം? ഈ വെളിച്ചം, പാപം ചെയ്യുന്നവരൊക്കെ മൂടിയിടുമല്ലോ, ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ മൂടിയിടുന്നത്. പുറത്തങ്ങോട്ട് വെളിച്ചത്തിൽ വരാത്ത, തെളിച്ച് പറയാത്തതുകൊണ്ടാണ്. എന്തോ ഒരു കുഴപ്പമുണ്ട്, നമുക്കൊരു ബോധമുണ്ട്. ആ പാപങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? അങ്ങ് ഹരിച്ചു കൊണ്ടുപോകണം, അറിയാതെ പൊക്കിക്കൊണ്ടുപോകണം. പിന്നെ ആദ്യം പോലെ ചൊല്ലിക്കോ, നോ പ്രോബ്ലം. കിട്ടുന്നില്ലെങ്കിൽ മനസ്സിൽ ചൊല്ലണം. ഈ മനസ്സിലുള്ള പരിപാടി നിർത്താം. ആ ചെയ്ത അത്രയും സമയം മതി ഒന്നുകൂടി അത് ചൊല്ലാൻ. പോരെ? അല്ല, വാ തുറക്കണ്ടേ. രണ്ടാളും പറയും, ഒരാൾ മാത്രമല്ല, രണ്ടാളും പറയും. ആ പറയുമ്പോൾ നിങ്ങൾ ചൊല്ലിയാൽ ബാക്കിയുള്ളവർക്കും ഉപകാരം ആണോ അല്ലയോ? നിങ്ങൾ മനസ്സിൽ പറഞ്ഞാലോ ബാക്കിയുള്ളവരുടെ സമയമൊക്കെ നിങ്ങൾ വേസ്റ്റ് ചെയ്യും. ഡു യു വാണ്ട് ടു മേക്ക് എ ടൈം വേസ്റ്റർ ഓഫ് അതേഴ്സ് ഓർ യു വാണ്ട് ടു മേക്ക് ഇറ്റ് യൂസ്ഫുൾ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്താണോ തോന്നുന്നത്, എന്താണോ ഉള്ളിൽ പറയുന്നത്, അത് വാ തുറന്ന് പറയാം. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു വിചാരിക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് നടക്കുമോ? ഇതൊക്കെ സമ്മതില്ലേ? വാ തുറന്ന് പറയുമോ? അണ്ടർസ്റ്റുഡ്? അതൊരു സ്വഭാവമായി മാറണം നിങ്ങളുടെ. വാ തുറന്ന് പറയണം. അടുത്തല്ലേ? ഉറക്കെ നമസ്തുതേ. ദീപത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? നമിക്കുന്നു, നമസ്കരിക്കുന്നു. എന്താ നമിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ഞാൻ എന്ന ഭാവം എനിക്കില്ല. അതാണ് നമസ്കാരം. ഞാൻ എന്ന ഭാവം എനിക്കില്ല, ഞാൻ നമിക്കുന്നു, ഞാൻ നമസ്കരിക്കുന്നു. അതുകൊണ്ടാണ് നമസ്കാരത്തിന്റെ സമയത്ത് തല നിലത്ത് മുട്ടുന്നത്. അഹങ്കാരം തീരെ പോകുന്നത് നമ്മൾ തല ബാക്കിയുള്ളവരുടെ മുമ്പിൽ കുനിക്കുമ്പോഴാണ്. ഏറ്റവും കൂടുതലുള്ളത് ജപ്പാനീസിനാണ്. ആരെ കാണുമ്പോഴും തലയില്ല. നമുക്കില്ല. എന്താ കാരണം? ഞാൻ എന്ന് പറയുമ്പോൾ തല മുകളിലോട്ടേ പോകുള്ളൂ, താഴത്തോട്ട് പോവും. താഴത്തോട്ടാക്കിയിട്ട് ഞാൻ എന്ന് പറഞ്ഞു നോക്ക് പറ്റില്ല. കുറച്ച് ബോധമുള്ള സമയത്ത് പോലും ഞാൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? തല മുകളിലോട്ട് പോകും. ആ ഞാൻ ഇല്ലാത്ത അവസ്ഥയിലാണ് തല താഴത്തോട്ട് പോവുക. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? കല്യാണം കഴിഞ്ഞോ? എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. മംഗളം കഴിഞ്ഞു എന്നർത്ഥം. സന്തോഷമില്ല എന്നർത്ഥം. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സന്തോഷം കഴിഞ്ഞു ആണ് അർത്ഥം. എന്ത് ചെയ്യണം? കരോതു എന്ന് പറഞ്ഞാൽ ചെയ്യുക. എന്ത് ചെയ്യണം? പുട്ട് ഇൻ ടു ആക്ഷൻ എന്നാണ്. ശുഭം, ശുഭം നല്ലത്. കരോതു കല്യാണം. നല്ലത് എങ്ങനെയാണ് നല്ലത് വരേണ്ടത്? നല്ല സന്തോഷം, നല്ല നന്മ, നല്ല ബ്ലിസ്ഫുൾനെസ്. ടെമ്പററി സന്തോഷമല്ല, കുറേ സമയത്തേക്കുള്ള സന്തോഷമാണ് കല്യാണം. എന്തൊക്കെയാണ് നമ്മുടെ സമ്പാദ്യം? ഹെൽത്തും വെൽത്തും ആണോ അല്ലയോ? ആരോഗ്യം ഏറ്റവും വലിയത്. സുഖം. സുഖം എപ്പോഴാണ് ഉണ്ടാവുക? അതെ, എന്ത് സമ്പാദിക്കും? സുഖം എന്ത് കിട്ടുമ്പോഴാണ് സുഖം ഉണ്ടാവുക നമുക്ക്? നല്ല കർമ്മങ്ങൾ ചെയ്താൽ എങ്ങനെ സന്തോഷം ഉണ്ടാവും? അതെ, എപ്പോഴാണ് ഉണ്ടാവുക? ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചൊല്ലുന്നു, ആ ചൊല്ലുന്നു, ഇപ്പം അവർ ചൊല്ലുന്നു, അവർ നല്ല കർമ്മങ്ങളാണ് ചെയ്യണത്, അവർക്ക് സന്തോഷം ഉണ്ടാവുമോ? ഇപ്പം സന്തോഷമല്ല ഉള്ളത് അവർക്ക്, ആകെ ദുഃഖിച്ചിട്ടാണ് ചെയ്യണത്. പക്ഷെ അതെപ്പോഴാണ് ഉണ്ടാവുക? ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ അസലായിട്ട് ചൊല്ലിയിട്ടോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സന്തോഷമായി. മനസ്സിലാവുണ്ടോ?
അപ്പോൾ എപ്പോഴാണ് സന്തോഷം ഉണ്ടാവുക? കർമ്മം ചെയ്യുമ്പോഴല്ല, കർമ്മം ചെയ്തതിന് ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. മനസ്സിലായോ? അതുപോലെ അത് കൊണ്ട് പ്രസിദ്ധി ഉണ്ടാവും. കാരണം നിങ്ങളെല്ലാവരുടെ മുഖം മറന്നാലും, ഇപ്പം നിങ്ങളൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല, അവരെ മാത്രം റെക്കോർഡ് ചെയ്യുന്നു. അപ്പം അവർക്ക് പ്രസിദ്ധി ഉണ്ടാവും. പ്രസിദ്ധി ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. സന്തോഷം വെറുതെ ഉണ്ടാവാൻ പാടില്ല. ഈ പറഞ്ഞ സന്തോഷം വേണമെന്ന് പറഞ്ഞല്ലോ, വെറുതെ സന്തോഷിച്ചതിൻ്റെ പേരെന്താണെന്നറിയോ? ഭ്രാന്തെന്ന്. കാര്യങ്ങളില്ലാതെ സന്തോഷിച്ചാൽ അതിൻ്റെ പേര് ഭ്രാന്തെന്നാണ്. പരീക്ഷയ്ക്ക് തോറ്റു എന്നിട്ടും സന്തോഷിച്ചിരിക്കുക എന്നതിനർത്ഥം എന്തോ ഒരു കുഴപ്പമുണ്ട് അല്ലേ? അടുത്തൊരു ബന്ധു മരിച്ചു എന്ന് പറഞ്ഞപ്പോഴും സന്തോഷിച്ചാൽ എന്ത് പറ്റും? സ്ഥിരബുദ്ധി ഇല്ല എന്ന് ഉറപ്പല്ലേ? മനസ്സിലാവുണ്ടോ? അപ്പൊ സന്തോഷം എന്നുള്ളതിന് എപ്പോഴും എന്തുണ്ടാവും? ഒരു കാരണം ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് കാരണങ്ങളാണ് ചോദ്യം. സുഖവും സന്തോഷവും ഒക്കെ ധനമാണ്. എപ്പോ? ഡയറക്റ്റ് അല്ല, അതിന് കാരണമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് അതിൻ്റെ ധനം. അതെന്തൊക്കെയാണെന്ന് ചോദ്യം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് പ്രസിദ്ധി. ഇനി നല്ല പോലെ പാട്ട് പാടി ഒരാൾ 500 രൂപ തന്നു എന്നിരിക്കുക, എന്തായാലും സന്തോഷം ഉണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടുമ്പോഴും സന്തോഷം ഉണ്ടാവും. ഫൈൻ. മെറ്റീരിയലിസ്റ്റിക്കും സന്തോഷം തരും. എന്ത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടുമ്പോഴും സന്തോഷം ഉണ്ടാവും. ഓക്കെ, എനിക്ക് ഇതേപോലെ നീല കളറുള്ള കുർത്ത ഇഷ്ടമാണെന്ന് പറഞ്ഞു നീയിരിക്കും അല്ലേ? ഏറ്റവും നല്ല കളർ നീല കളറാണ്. ഈ പടം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മികച്ച് കാണുക ഈ നീല കളർ മാത്രമേ. പീക്കോക്ക് ബ്ലൂ എന്നാ പറയുക. അപ്പം അദ്ദേഹത്തിൻ്റെ കോളർ നന്നായിട്ട് കാണും. ആ ബ്ലൂവിന് അങ്ങനെ ഒരു കഴിവുണ്ട്, അറിയോ അത്? മാരേജിനൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോകണം. ബാക്കി എല്ലാവരും ഗ്യാസ് അടിച്ചു. ചെറിയൊരു ബ്ലൂ ഉണ്ടായാൽ അത് എടുത്ത് കാണിക്കും പടത്തിലൊക്കെ. അങ്ങനെ ഇനി ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നാളെ നിങ്ങൾ എനിക്കൊരു ബ്ലൂ കുർത്ത കൊണ്ട് തന്നു എന്ന് വിചാരിക്കാം, സന്തോഷമാവും. ഫൈൻ. നിങ്ങൾക്കെന്ത് സന്തോഷമില്ലാത്ത? എനിക്ക് സന്തോഷമാവും. കുറച്ച് നിങ്ങൾക്ക് ഉണ്ടായിക്കൂടെ? കാരണം ഇട്ട ഞാനല്ലല്ലോ കാണുന്നത്, നിങ്ങളല്ലേ കാണുക. മനസ്സിലാണ്ട് പറഞ്ഞത്? കിട്ട ആരാ കാണുക? എന്നെ കാണുന്നവരാ കാണുക. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആർക്ക് കൊടുക്കണം? നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കണം. നമ്മൾ ധരിക്കല്ല വേണ്ടത്. ഞാൻ ധരിച്ച കണ്ണാടി നോക്കുമ്പോഴല്ലേ കാണുള്ളൂ. ബാക്കിയുള്ളവർ ധരിച്ചാലോ എൻ്റെ മുമ്പിലൊക്കെ എത്തുമ്പോൾ കാണും. അപ്പോഴൊക്കെ എനിക്ക് സന്തോഷം ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? പെർസെപ്ഷൻ. ഞാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് പറയുക. ഓക്കെ. ഇനി ഒരാൾ എനിക്ക് നീല തന്നു എന്ന് വിചാരിക്കാം, ഭയങ്കര സന്തോഷമായി. അടുത്ത ആളും അതേ നീല ഒരു സാധനം കൂടി തന്നു എന്ന് വിചാരിക്കാം, പോയോ സന്തോഷം? അയ്യേ, 2 കളർ ഇഷ്ടമെന്ന് പറയായിരുന്നു. ആലോചിക്കില്ലേ? അപ്പോൾ ഒരേ സാധനം 2 പ്രാവശ്യം കിട്ടുമ്പം സന്തോഷം കൂടുകയോ കുറയോ? അങ്ങനെ അല്ലാത്ത സ്ഥലമുണ്ട്, അല്ലാത്ത കാര്യങ്ങളുണ്ട്. അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ സന്തോഷം കിട്ടും, 4 പ്രാവശ്യം കിടന്നാൽ സന്തോഷം കുറഞ്ഞു വരും? ഇല്ല. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അതിനെ ടാഞ്ചിബിൾ എന്നാ പറയാം, നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അധിക സന്തോഷം തരില്ല, കുറച്ചേ തരും. കയ്യിലെടുക്കാൻ പറ്റാത്ത, മനസ്സിലെടുക്കാൻ പറ്റുന്ന ചില സംഭവങ്ങൾ, അത് വലിയ സന്തോഷം കൂടി 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 വരും. മനസ്സിലാണ്ട്? ഒരു ചെറിയ വാക്കിന് ഇത്രയൊക്കെ അർത്ഥമുണ്ട്. സുഖം, കല്യാണം, ആ സന്തോഷം എനിക്ക് വേണം. അത് മെറ്റീരിയലിസ്റ്റിക് ആവാം. അതൊക്കെ ആരാ തരുന്നത്? ഈ കുർത്ത മേടിക്കാനുള്ള കാശ് ആരാ തരിക? ആരെങ്കിലും തരുന്നു? അത് സൂര്യൻ ഇല്ലാത്തപ്പോൾ ഒരു സംഭവം നടക്കൂലല്ലോ. ഭക്ഷണം കിട്ടോ? അപ്പൊ എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള ആരാ? എന്ത് കാര്യത്തിൻ്റെയും അവസാനം, അത് ധനമായാലും പ്രശസ്തിയായാലും പിന്നെ അറിവാണ് മൂന്നാമത്തെ. 3 കാര്യങ്ങളാണ് സന്തോഷം തരിക. ബേസിക് ആയിട്ട് നമുക്ക് സന്തോഷം തരുന്ന 3 കാര്യങ്ങളാണ്. ഒന്നെന്താണ്? പ്രശസ്തി, പണം, മെറ്റീരിയൽ, സാധനങ്ങൾ കൊണ്ട് കിട്ടുന്നത്. 2, സാധനങ്ങളെ കൊണ്ട് കിട്ടാത്തതാണ് പ്രശസ്തി. ചിലരൊക്കെ കാശ് കൊടുത്ത് മേടിക്കുമായിരിക്കും, പക്ഷെ അധികാലം നിൽക്കില്ല. ഓക്കെ. ഒരാളെ അറിയുക, ഒരാൾ തപ്പി വേറൊരാൾ പോവുക, അതൊക്കെ ആ ഒരു അട്രാക്ഷനാണ്. എന്തുകൊണ്ടാണ്? അത് പ്രശസ്തി കൊണ്ടാണ്. മൂന്നാമത് എന്താണ്? അറിവാണ്. ഇവിടെ വന്നത് നിങ്ങൾ പ്രശസ്തി കിട്ടാനോ കാശ് കിട്ടാനോ വേണ്ടിയിട്ടാണോ? അറിവ് കിട്ടാനോ? ആ അറിവ് കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം. ഓക്കെ. ഞാൻ പറഞ്ഞ നല്ല കേട്ടോ, തോന്നുന്നു. നിനക്കുള്ള ശ്ലോകം ഞാൻ പറയാൻ വേണം. വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ടോ ആരെങ്കിലും? അതിനകത്ത് ധ്യാന ശ്ലോകം ഉണ്ടോ? വേദാന്തകോ ബ്രാഹ്മണ, കേട്ടിട്ടുണ്ടോ? ഒന്ന് പാട്. വേദാന്തകോ ബ്രാഹ്മണ സ്യക്ഷത്രിയോ വിജയീ ഭവേത്
വൈശ്യോ ധനസമൃദ്ധ ശൂദ്ര സുഖമാപ്നിയാത്മ. അറിവ് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നവനാണ് ആര്? ബ്രാഹ്മണന്മാർ. മനസ്സിലായോ? അറിവാണ് എനിക്ക് ആവശ്യം എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ആരായി? ബ്രാഹ്മണനായി. അതാണ് ബ്രാഹ്മണന്റെ ഡെഫിനിഷൻ. വേദാന്തകോ ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം വർക്ക് ചെയ്താണ്. അറിവൊക്കെ ഇവിടെയല്ല കിട്ടാം. കണ്ണും മൂക്കും കാതും വായും ഒക്കെയാണ് അറിവ് തരുന്നത്, അല്ലേ? ഇങ്ങനെ വായ തരിക അറിവ്. ടേസ്റ്റ് ഒരു അറിവല്ലേ, നാവിലല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇതിന് മുകളിലൊക്കെ നമുക്ക് അറിവാണ്. ഓക്കെ. വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയീ ഭവേത്. എനിക്ക് പവർ വേണം, പൊസിഷൻ വേണം എന്നൊക്കെ വിചാരിച്ചാൽ എനിക്ക് ടീച്ചർ ആവണ്ട, ആരാവണം? പ്രിൻസിപ്പൾ ആവണം. അപ്പോൾ നിങ്ങൾ ബ്രാഹ്മണൻ്റെ നേരത്തേക്ക് പോയി, ക്ഷത്രിയൻ്റെ ലെവലിലേക്ക് പോയി. പിന്നെ എന്തിനാ പണിയെടുക്കണത്? ശമ്പളം കിട്ടാൻ. അപ്പോൾ ഇവിടെ പോയി നിങ്ങൾ വൈശ്യൻ്റെ ലെവലിലേക്ക് പോയി. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഓരോരാളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അവർ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വയറ്റപ്പഴപ്പാണോ, കാശാണോ ആഗ്രഹം. ഇതൊന്നും ഇല്ലാത്തവരാണ് കേരളത്തിലുള്ളൂ ശൂദ്രന്മാർ. നമുക്കൊന്നും വേണ്ട, ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി, സുഖം മാത്രം. എന്തുകൊണ്ട്? അതുകൊണ്ട് കുറച്ച് തണ്ണിയൊക്കെ അടിച്ച് വൈകുന്നേരം എൻജോയ് ചെയ്യും. മനസ്സിലായോ? ആ സുഖം മാത്രം, ഇതൊന്നും വേണ്ട, ബാങ്ക് ബാലൻസ് വേണ്ട. അങ്ങനെ കുറേ ആളെ കാണാം നമുക്ക്. അവർക്ക് നാളത്തേക്കുള്ള കാര്യങ്ങളൊന്നും ആലോചനയില്ല, പഠിക്കണമെന്ന് ആഗ്രഹമില്ല, പ്രശസ്തി വേണമെന്ന് ആഗ്രഹമില്ല. എന്താ ചെയ്യുക? എല്ലാ ദിവസവും അങ്ങോട്ട് കഴിഞ്ഞു കൂടാ, പക്ഷെ ആ ദിവസം ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ എന്താവുന്നൊന്നും ആലോചിക്കില്ല. അവർ ശൂദ്രന്മാർ ഇഷ്ടം പോലെ വെറുതെ ഭിക്ഷ യാചിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് എന്തൊക്കെ ചെയ്യാം കാര്യമായിട്ട്. അന്നത്തെ ഭക്ഷണത്തിന് കിട്ടിയാൽ അവർ നിർത്തുകയും ചെയ്യാൻ പറയും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പാലക്കാടൊക്കെ ഞാൻ കുറേ ആൾക്കാരെ എടുത്തിട്ട് എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് വെച്ചു. അത് പറഞ്ഞു ആഴ്ചയിലൊരു 2100 രൂപ കിട്ടും. നിങ്ങൾ എന്ത് പണിയാണ്? ആശാരിയാണ്. ആശാരിക്ക് 2000 രൂപ 2 ദിവസം കൊണ്ടു. 2 ദിവസം പണിയെടുക്കുള്ളൂ, ബാക്കി ദിവസം കള്ളു കുടിക്കും. 7 ദിവസം പണിയെടുക്കില്ല. എത്രയോ ആൾക്കാരെ കാണാം. ആവശ്യമുള്ളതിന് പണിയെടുക്കും, അത് കഴിഞ്ഞ് അത് ചെലവഴിക്കും. ബാക്കി ഒരു കാര്യവും, ബാങ്ക് ബാലൻസും ഇല്ല. നിങ്ങൾ കേരളത്തിന് വെളിയിലൊക്കെ പോകണം, അപ്പം കാണാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതല്ലല്ലോ നമ്മുടെ ലോകം. ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളല്ലേ. കുറേ മടിയന്മാർ, ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുന്ന എത്ര ആൾക്കാരെ കാണാൻ കഴിയും. 2 ദിവസം പണിയെടുത്താൽ 3 ദിവസം ലീവ് എടുക്കും. എൻജോയ്മെന്റ് മാത്രമുള്ള ആൾക്കാരുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാശ് മാത്രം. അത് ആരെങ്കിലും ഫ്രീ കൊടുത്താലോ എങ്ങനെയെങ്കിലും വഞ്ചിച്ചിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പണിക്ക് പോകില്ല. തട്ടിപ്പ് മാത്രമായിട്ട് നടത്തുന്നവരുണ്ട്. മനസ്സിലായോ? കാരണം അവർക്ക് വേറെ ആരും കുറ്റം പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, കേൾക്കാനും കുഴപ്പമൊന്നുമില്ല. പിന്നെ മനസ്സിലായോ? കല്യാണം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കല്യാണം കഴിഞ്ഞു എന്നാണ് മലയാളത്തിൽ പറയാം. തെറ്റാണ്. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞില്ല, കല്യാണത്തിൽ ഇരിക്കുകയാണെന്ന് പറയാം. തമിഴിലുള്ള കല്യാണത്തിൽ ഇരിക്കരുത് എന്നുള്ള വാക്കെടുത്ത് വിവാഹം കഴിഞ്ഞു എന്നുള്ളതും കൂടി മാച്ച് ചെയ്ത് കല്യാണം കഴിഞ്ഞു എന്നാക്കി നമ്മൾ. അത്രയും പൊട്ടന്മാരാണ്. കല്യാണം എന്നുള്ള വാക്ക് മലയാളത്തിലില്ല. അതിനേക്കാളും കൂടുതൽ എവിടെയുള്ളത്? തമിഴിലാണ്. കല്യാണത്തിന് ഇരിക്കരുത് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ വിവാഹം കഴിഞ്ഞ ആളാണെന്ന് പറയാൻ അങ്ങനെ പറയാം. ഞാനിപ്പോൾ സന്തോഷത്തിൽ ഇരിക്കുകയാണെന്നാണ് പറയാം. ആ കല്യാണം എടുത്തു, വിവാഹം കഴിഞ്ഞു എന്നുള്ള നമ്മളെ വാക്ക് കൊടുത്തു, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞു എന്നാക്കി. മിക്കവാറും നെഗറ്റീവ് അടിക്കുന്നവരാണ് നമ്മുടെ എല്ലാ വാക്കുകളും. അങ്ങനെ ഈ ക്ലാസ് ഞാൻ ആകെ കൊളാക്കാൻ പോവാണ്. എന്താണ് അല്ലേ നമ്മൾ പറയാറില്ലേ? മലയാളത്തിൽ പറയാറുണ്ടോ ഇല്ലയോ? ക്ലാസ് കൊളാക്കാൻ പോവാണ്. കുളം നല്ലതാണോ മോശമാണോ? കുളത്തിൽ വന്നിട്ട് എല്ലാവരും കുളിച്ചു പോകുമ്പോൾ നിങ്ങൾ നന്നാവോ മോശമാവോ? അപ്പൊ ക്ലാസ് കൊളാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയല്ലേ? അപ്പൊ ഞാൻ എൻ്റെ ക്ലാസ് കൊളാക്കുക എപ്പോഴും. മനസ്സിലായോ? ഇവിടെ വരുന്നവരൊക്കെ എന്ത് ചെയ്യണം? കുളിച്ച് ശുദ്ധമായിട്ട് പോവുക വേണ്ടത്, ആണോ അല്ലയോ? അപ്പൊ ക്ലാസ് കൊളാവുന്നത് നല്ലതാണോ മോശമാണോ? നല്ലതാണ്. പക്ഷെ നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ എന്താ പറയാ? മോശമായിട്ടാണ് അല്ലേ? എൻ്റെ പേരെന്താ? ഡോക്ടർ TP ശശികുമാർ. എന്താ TP എന്ന് പറഞ്ഞാൽ? തല്ലിപ്പൊളി. ശശികുമാർ തല്ലിപ്പൊളിയാണ്. എന്താ കുഴപ്പമുണ്ടോ തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ? തല്ലിപ്പൊളി മോശമാണോ നല്ലതാണോ? മോശമാണ് അല്ലേ? അങ്ങനെയല്ലേ മലയാളത്തിൽ? തല്ല് തന്നെയാണോ അടി? അടിപൊളിയായാലോ? തല്ലിപ്പൊളി മോശവും അടിപൊളി നല്ലതും എങ്ങനെയാവുക? കാരണം തല്ലാണ് അടി. ഇതാണ് എൻ്റെ സംഭവം. അപ്പൊ അതുകൊണ്ട് തീരെ ആലോചിക്കാതെ വാക്കുകൾ ഉപയോഗിക്കുന്നവരാണ് ആര്? മനസ്സിലായോ?
ഈ ഇരിക്കുന്നതിൽ മോളെത്രയല്ല പഠിക്കണേ? ഇയാളോ? ഇയാളോ? എത്ര ഇയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്? 2010. ഇയാള്? അപ്പൊ ഈ ഇരിക്കുന്നതിൽ ഇവളാണ് ചെറ്റ. ചെറ്റ നല്ല വാക്കോ മോശം വാക്കോ? നിന്നെ ആരെങ്കിലും ചെറ്റ എന്ന് വിളിച്ചിട്ടുണ്ടോ? എടി ചെറ്റ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നീ? പോവില്ല, ദേഷ്യം വരും ഇല്ലേ? ആ ചെറ്റ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറ്റക്കുടിൽ എന്ന് പറഞ്ഞാൽ ചെറിയ വീട് എന്ന അർത്ഥം. അപ്പൊ ഇരിക്കുന്നതിൽ ഡേറ്റ് ഓഫ് ബർത്ത് നിന്റെതാണ് താഴെ. അപ്പൊ നീ ആരാ? മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ആരെങ്കിലും ചെറ്റ എന്ന് വിളിച്ചാൽ ഉടനെ അവരോട് എന്താ ചേട്ടാ, എന്താ ചേച്ചി എന്ന് ചോദിക്കും. മനസ്സിലാവുണ്ടോ? അടുത്ത ലൈൻ്റെ അങ്ങേയറ്റത്തൊരു ചെറ്റ ഇരിക്കുന്നു. നമ്മളൊരു ചെറ്റ ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്തു ദേഷ്യം വരില്ലേ? എന്തുകൊണ്ടാ? അർത്ഥറിയാത്തോണ്ടാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ വാക്കുകളുടെ അർത്ഥം നമുക്ക് അറിയേയില്ല. അറിയുമെന്നുള്ള ധാരണയിൽ തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ അറിയണത്. അതുകൊണ്ട് തന്നെ മലയാള ഭാഷ നശിച്ചുകൊണ്ടിരിക്കുക. ചട്ടമ്പി എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികൾ ഇല്ലേ? ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വാമി തന്നെയുണ്ട്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അടുത്തടുത്തിരുന്ന. അതെ, ചട്ടമ്പി എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങൾക്കും ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരാളാണ്. ചട്ടമ്പിത്തരം എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ. ഗോട്ട് ഇറ്റ്? അപ്പൊ നമ്മൾ കൃത്യമായിട്ട് വാക്കുകളുടെ അർത്ഥമൊന്നും അറിയണം, ആലോചിക്കാം, ഒന്നുകൂടി ആലോചിക്കാം. ഓക്കെ? ഇപ്പൊ ചെറ്റയാണോ താൻ? ആണെന്ന് പറയണം. ഞാൻ ചെറ്റ. എൻ്റെ തറവാട്ടിൽ ഞാനാ ചെറ്റ. എല്ലാ ഏട്ടന്മാരുടെയും അനിയൻ, എല്ലാ ഏറ്റവും താഴെയുള്ള അനിയനാണ്. അത് ഞാൻ തന്നെയാ ചെറ്റ. ഓക്കെ? യാ. ദ്വേഷ ബുദ്ധി വിനാശായ. അങ്ങനെയാണോ? എവിടെ കട്ട് ചെയ്യണം? ദ്വേഷ ബുദ്ധി വിനാശായ എന്നാക്കണോ? ദ്വേഷബുദ്ധി. എന്താ ദ്വേഷബുദ്ധി? ബാക്കിയുള്ളവരോട് അലോഹ്യം തോന്നുന്ന എന്തെങ്കിലും ഒരു ബുദ്ധി തോന്നൽ എനിക്കുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. ശത്രുബുദ്ധിർ വിനാശായ. ദേവിയുടെ നാമങ്ങളിൽ സഹസ്രനാമം ഉണ്ടല്ലോ, ഒരു നാമം അതാണ്. എന്താ ഒരു നാമം? ശത്രുബുദ്ധിർ വിനാശായ. ആരാ ശത്രുബുദ്ധി ഉള്ളത്? ആർക്കാ? ഞാൻ അങ്ങയുടെ ശത്രുവാണെന്ന്, അല്ലെങ്കിൽ അങ്ങ് എൻ്റെ ശത്രുവാണെന്ന് എനിക്ക് തോന്നിയാൽ അത് അങ്ങയുടെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പം. കാരണം എന്താ? എൻ്റെ ബുദ്ധിയാണ് ഇയാൾ എൻ്റെ ശത്രുവാണെന്ന് പറയുന്നത്. അപ്പൊ അയാളെ നശിപ്പിക്കണോ അല്ല എൻ്റെ ശത്രുതാ ബുദ്ധി നശിപ്പിക്കണോ? പലരും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുമ്പോൾ ശത്രുവിനെ നശിപ്പിക്കാനുള്ള എന്ന അർത്ഥത്തിലാണ് അല്ലേ? അങ്ങനെ ശത്രുവിനെ അല്ല നശിപ്പിക്കേണ്ടത്. ശത്രു സംഹാര. ശത്രുവിനെ കൊല്ലാൻ വേണ്ടി ഒന്നും അല്ല ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സിന്റെ ബുദ്ധിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ആ ബോധം എനിക്കില്ലാതിരിക്കണേ. അപ്പൊ രണ്ട് ലാഭമായി. എന്തായി? അങ്ങെൻ്റെ ശത്രു അല്ലാന്ന് തോന്നിയാൽ അങ്ങെൻ്റെ മിത്രമായി. അത് ഡബിൾ പർപ്പസാണ്. അങ്ങ് ഇല്ലാതാക്കിയാലോ കുറേ പേരെൻ്റെ ശത്രുക്കളായിട്ട് മാറും ഇല്ലേ? അങ്ങേ സ്നേഹിക്കുന്ന കുറേ ആളുണ്ടാവുമല്ലോ, ഞാൻ ഒഴികെ. അപ്പൊ ബാക്കി എല്ലാവരും എൻ്റെ ശത്രുക്കളാവും. അപ്പൊ ഞാൻ ശത്രുവിനെ നശിപ്പിച്ചാൽ എന്ത് പറ്റും? എനിക്ക് ശത്രുക്കൾ കൂടുക ചെയ്യാം. എൻ്റെ ബുദ്ധി നശിപ്പിച്ചാലോ എല്ലാവരും എൻ്റെ ബന്ധുക്കളായിട്ട് മാറും. അവരുടെ എല്ലാ ബന്ധുക്കളും എൻ്റെ ബന്ധുക്കളായി. അപ്പൊ ഒരാളോടും എന്ത് തോന്നരുതെന്നാണ്? ശത്രുത തോന്നരുത്. അതാണ് അതിനർത്ഥം. ഓട്ടെ? ദ്വേഷം പാടില്ല. പിന്നെ ഗായത്രി മന്ത്രത്തിലും എന്ത് ജ്യോതി എവിടെ എത്തണം എന്നാ പറയണത്? എൻ്റെ ആത്മാവിൽ എത്തണം. നല്ല ബുദ്ധി ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, നല്ല മനസ്സുണ്ടായിട്ടും കാര്യമില്ല. ഇത് രണ്ടും എപ്പോഴും അടികൂടും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ബുദ്ധിയും മനസ്സും അടികൂടുന്നതാണ്. അത് ചെയ്യണോ? ആവശ്യമൊന്നുമില്ല. എന്തിനാ വെറുതെ ചെയ്യണേ? അടുത്തൊരു ബന്ധു മരിച്ചു, അങ്ങോട്ട് പോണോ? ഏതായാലും മരിച്ചില്ല അല്ലേ? അയാൾ ആക്സിഡന്റിൽ ഹോസ്പിറ്റലിൽ കിടന്നു എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് വിചാരിക്കും നിങ്ങൾ? എന്തായാലും വരുമല്ലോ, അപ്പൊ കാണും. വരുന്നു എല്ലാവർക്കും ഉറപ്പുണ്ടോ? അവിടുന്ന് കാറ്റടിച്ച് പോയാലോ? അയ്യോ പോവായിരുന്നു പറയില്ലേ? പോവണ്ടെന്ന് പറഞ്ഞതാരാ? നിങ്ങളുടെ ബുദ്ധി. പോവണം എന്ന് പറഞ്ഞതാരാ? നിങ്ങളുടെ മനസ്സ്. എപ്പോഴും വേണം വേണം എന്ന് പറയുന്ന മനസ്സാണ്. വേണ്ട വേണ്ട എന്ന് പറയുന്ന ആരാ? ബുദ്ധിയാണ്.
ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അത് സൗണ്ട് ഇല്ലാണ്ട് പറയാൻ എന്താ കാരണം? ബുദ്ധി പറയും തെറ്റായി പോയാൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ബുദ്ധി കൂടിയാൽ ആൾക്കാർക്ക്, ഞാൻ എന്താ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ പറയില്ല, ഇങ്ങനത്തെ പണിക്കൊന്നും വരികയില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ വേറെ എന്തെല്ലാം പണി ചെയ്യാം, കുറെ കാശുണ്ടാക്കും, ഇല്ലേ? ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വരേണ്ട കാര്യമുണ്ട്. വീട്ടിലിരുന്നു സുഖമായിട്ടിരുന്നു. ഇപ്പൊ ബുദ്ധി ഇല്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക, കാരണം ഇഷ്ടമാണ്. അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. ആർക്ക്? പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്ക്. അപ്പൊ ഏതാ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ വരും. ഇത് വേണോ വേണ്ടോ? ഇനി ചെയ്ത് കഴിയുമ്പോൾ പറയും അയ്യോ ചെയ്യണ്ടായിരുന്നു. ആരാ നമ്മളോട് പറയുന്നത്? ചെയ്യാൻ പറയുന്നത് മനസ്സ്, ചെയ്യണ്ടെന്ന് പറയുന്നത് ബുദ്ധി. അയ്യോ ചെയ്യണ്ടായിരുന്നു എന്ന് ആരാ പറയണേ? ആത്മാവാണ്. ആത്മാവാണ് ജഡ്ജ്. ജഡ്ജിമാരങ്ങനെയല്ലേ? ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഇടപെടില്ലല്ലോ. ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണ്ടായിരുന്നു എന്ന് പറയും. ചെയ്തില്ലെങ്കിലോ എന്തേ ചെയ്തില്ല എന്ന് ചോദിക്കും. അതുപോലെയാണ് ആത്മാവ്. ഓക്കെ, പോവായിരുന്നില്ലേ ഹോസ്പിറ്റലിൽ? ആരാ പറയണേ? നമ്മുടെ മനസ്സെന്നെ പറയും നമ്മളോട് കുറച്ച് കഴിയുമ്പോൾ. അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഫോണെന്ന്. അയാൾ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് പോയി കാണായിരുന്നില്ലേ? ആരാ പറയണേ? ആത്മാവാ പറയണേ. പോയിരുന്നെങ്കിൽ എന്ത് പറയും? ആ പോകുമ്പോഴത്തേക്കും അയാളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിരുന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ പോകണ്ടെന്ന്. ഇതാരാ പറയണേ? നമ്മുടെ ആത്മാവിനെ നമ്മുടെ ബുദ്ധിയോട് പറയും. ഇപ്പൊ ചെയ്താലും കുഴപ്പം, ചെയ്തില്ലെങ്കിലും കുഴപ്പം. മനസ്സിലാവുന്നുണ്ടോ? ഇതെപ്പോഴും ഉണ്ടാവും. ഇതിനെ കോൺഫ്ലിക്റ്റ് എന്നാ പറയാം. മഹാത്മാഗാന്ധി കോൺഫ്ലിക്റ്റോളജിയുടെ രാജാവായിരുന്നു എന്നാ പറയാം. എപ്പോഴും മനസ്സിൽ ബുദ്ധിയും മനസ്സും തമ്മിൽ പ്രശ്നങ്ങളാണ് മഹാത്മാഗാന്ധിക്ക്. കാരണം എല്ലാവരും ചെയ്യുന്നത് പോലെ അല്ല ഗാന്ധി ചെയ്തിരുന്നത്, ആണോ? എല്ലാവരും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, തീയൊക്കെ അടിയൊക്കെ എല്ലാ സ്ട്രീറ്റിലും ചെയ്യുന്ന സമയത്ത് മഹാത്മാഗാന്ധി എന്ത് ചെയ്യായിരുന്നു? സത്യാഗ്രഹവും. അല്ലേ? എല്ലാവരും ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല ധൈര്യം വേണം. അതുകൊണ്ട് ആത്മാവ് പറയുന്നതാണ് ആര് കേട്ടിരുന്നതെന്ന് പറയാം? ആത്മാവ്. എന്താണ് ആ ലൈൻ? ഒന്നുകൂടി ചൊല്ലു. എൻ്റെ ആത്മജ്യോതിയെ ഞാൻ നമിക്കുന്നു, അതെങ്കിലും എന്നിൽ കാണണമേ ചിലപ്പോഴൊക്കെ എന്നാണ്. എൻ്റെ ആത്മാവാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തല്ല? ബുദ്ധിയും മനസ്സും അല്ല. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. എന്താ ഭഗവത്ഗീതയിൽ പറയുന്നത്? ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. ഏത് ശ്ലോക? ഉദ്ധരേത് ആത്മനാത്മാനാം. എത്രാമത്തെയാ? ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെച്ചോളാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ നമ്പർ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ തെറ്റും. ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാധയേത്. 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകം. വലിയ ശ്ലോകമാണ്. ഇപ്പൊ ഈ പറഞ്ഞ സംഭവമാണ്. ആത്മാവിന്റെ പ്രശസ്തിയാണ് കൂടുതൽ എന്ന്. ഉദ്ധരേത്, അതിനെ ഉയർത്തിക്കൊണ്ടുവരണം. എന്ത് ചെയ്യാൻ പാടില്ല? ഞാൻ എന്തെങ്കിലും ഒരു പണി ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യരുതായിരുന്നു എന്ന് എന്നെ കൊണ്ട് പറയിക്കാതിരിക്കണമെങ്കിൽ എൻ്റെ ബുദ്ധിയും എൻ്റെ മനസ്സും ഒരേ ലെവലിൽ എവിടെ എത്തണം? ആത്മാവിലെത്തണമെന്ന്. അപ്പൊ ഞാൻ ആരായി മാറും? ആത്മീയ പുരുഷനായി. അങ്ങനെയുള്ളവരാണ് ആത്മീയ പുരുഷന്മാർ. അപ്പോൾ ആത്മജ്യോതി വരണേ എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ആരായി മാറണം? ആത്മീയ പുരുഷനായിട്ട് മാറണം. എന്നെ എന്ത് ചെയ്യരുത്? ബുദ്ധിയും എന്നെ മുന്നോട്ട് കൊണ്ടുപോകരുത്. അതുപോലെ ആരും കൊണ്ടുപോകരുത്? മനസ്സും കൊണ്ടുപോകരുത്. ഇഷ്ടമുള്ളതും അല്ല ചെയ്യേണ്ടത്, പ്രാക്ടിക്കലായിട്ടും അല്ല ചെയ്യേണ്ടത്. ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമാണ് ആത്മാവെന്ന്. ആത്മാവ് പറയുന്നത് കേൾക്കാൻ സാധിക്കണം. ഞാൻ ആത്മീയ പുരുഷനാവണം. അങ്ങനെ എന്താ ഗുണം? തെറ്റിയില്ല ശരിയില്ല എന്നൊന്നും ഉറപ്പില്ല. കാരണം അങ്ങനെ തെറ്റും ശരിയൊന്നുമില്ല. ഞാൻ ഒരാളോട് ചെയ്യുന്ന ശരി മറ്റൊരാൾക്ക് തെറ്റാവും. ഞാൻ ഒരാളോട് ചെയ്യുന്ന തെറ്റ് മറ്റൊരാൾക്ക് ശരിയാവും. എപ്പോഴും അങ്ങനെയാണ്. അത് തെറ്റും ശരിയില്ല ഭാരതീയ ശാസ്ത്രത്തിൽ. ധർമ്മം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഈ സമയത്ത് എനിക്ക് വേണ്ടി ചെയ്യുന്നത് സ്വധർമ്മം, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് കുടുംബധർമ്മം, എൻ്റെ ജോലിക്ക് വേണ്ടി ചെയ്യുന്നത് പ്രൊഫഷണൽ ധർമ്മം, ഓക്കെ, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് സമൂഹധർമ്മം. ആ സമൂഹവും വ്യത്യസ്തമാണ്, അല്ലേ? ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്നത് അമേരിക്കക്കാർക്ക് നല്ലതാണ്, പക്ഷെ ബാക്കിയുള്ളവർക്ക്. അപ്പം എൻ്റെ സമൂഹം ഏതാവണം? എൻ്റെ ചുറ്റുമുള്ളവരാണോ? എൻ്റെ സമിതി
എൻ്റെ കോളനി, ഞാൻ ജനിച്ച കുലം, എൻ്റെ കാസ്റ്റ്, ഇവരൊക്കെ എൻ്റെ സമൂഹങ്ങളാണ്. എൻ്റെ പാർട്ടി എൻ്റെ സമൂഹമാണ്. അവർക്ക് ചെയ്യുന്നത് മറ്റേ പാർട്ടിക്ക് ഇഷ്ടാവില്ല അല്ലേ? അപ്പം എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പം ഏതാണോ ധർമ്മം എന്ന് പറയുന്നത് ആ സമയത്ത് എനിക്ക് നന്നായിട്ട് തോന്നും. അതൊന്നും ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ പലതും ചെയ്തതും ചെയ്യിപ്പിച്ചതും. അവിടെ അത് ശരിയാണ്. വേറൊരു സ്ഥലത്ത് വേറൊരാൾക്ക് അത് തെറ്റാണ്. ഇ കെ നായനാറിൻ്റെ നാട്ടുകാരനാണ്, പണ്ടത്തെ ചീഫ് മിനിസ്റ്റർ അല്ലേ. ആരെങ്കിലും ഫോൺ ചെയ്തിട്ട് അത് ശരിയായില്ല കേട്ടോ, യു ആർ റൈറ്റ് എന്ന് പറയും. യു ആർ റൈറ്റ്, ഐ ആം ലെഫ്റ്റ്. നിങ്ങൾ ഞാൻ ലെഫ്റ്റിസ്റ്റ് ആണ്, അതുകൊണ്ട് റൈറ്റിസ്റ്റുകൾക്കൊക്കെ എന്ത് തോന്നും, ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാന്ന് തോന്നും. നിങ്ങൾ ചീഫ് മിനിസ്റ്റർ ആകുമ്പോൾ അങ്ങനെ ചെയ്താൽ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാം, ഞാനല്ലേ ഭരിക്കണത്, അപ്പം എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു, അങ്ങനെ പറയുന്ന ഒരാളാണ്. ഇത് ധർമ്മമാണ്, ഓരോരാൾക്കും അവരവരുടെ ധർമ്മങ്ങൾ. പക്ഷെ എപ്പോഴാണ് നമ്മൾ ആത്മീയ പുരുഷനല്ലാണ്ടിരിക്കുക, തെറ്റും ചെയ്യും ശരി ചെയ്യുന്നു എന്നുള്ളതൊന്നും ആത്മീയതയും ഇല്ലാണ്ടൊന്നുമില്ല. ഗോട്ട്. രാവണനും ആത്മീയ പുരുഷനായിരുന്നു, രാമനും ആത്മീയ പുരുഷനാണ്. എങ്ങനെ രണ്ടാളും ആത്മീയ പുരുഷന്മാരാവുക? അവരവരുടെ ശരി ചെയ്തു. പക്ഷെ എന്താവരുത്, ചെയ്തു കഴിഞ്ഞപ്പോൾ അയ്യോ ചെയ്യരുതായിരുന്നു എന്ന് പറയരുത്. ചെയ്യാൻ വിട്ടുപോയാൽ അയ്യോ ചെയ്യേണ്ടതായിരുന്നു എന്നും തോന്നരുത്. ആരാണ് നമ്മളെ ഗവേൺ ചെയ്യേണ്ടത്? എൻ്റെ ആത്മാവ്. അങ്ങനെയാ ആത്മീയ പുരുഷൻ. അതിനെപ്പറ്റി പിന്നെ ഒരു വിഷമം തോന്നരുത്, ചിന്തിക്കാനുള്ള സമയം പോലും ഉണ്ടാവരുത്. ആ ആത്മാവിൽ എന്ത് വേണം? പ്രകാശം ഉണ്ടാവണമേ. സൂര്യൻ എന്ന് പറയുന്നത് പണക്കാരനോ പാവപ്പെട്ടവനോ കാശുള്ളവനോ കാശില്ലാത്തവനോ രാജാവിനോ അവിടുത്തെ ജോലിക്കാരനോ വ്യത്യസ്തമായ ലൈറ്റ് കൊടുക്കുമോ? എല്ലാവർക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല മാനേജർ, ലീഡർ ആരാന്ന് ചോദിച്ചാൽ സൂര്യൻ അല്ലേ? ആണോ അല്ലയോ? അതേപോലെ എനിക്കും സാധിക്കണേ എന്നാണ്. ആ സാധ്യത എനിക്കുണ്ടെങ്കിൽ ഞാൻ ആരായി? ആത്മീയ പുരുഷനായി. അതിനെന്ത് ചെയ്യണം? ജ്വലിപ്പിക്കുക സ്ഥിരമായിട്ട്. ഭക്ഷണം കഴിച്ചോ? വെള്ളം? എന്താണ് എന്നിൽ പ്രദീപ്തമായിട്ട് വരേണ്ടത്, ഉജ്ജ്വലമായിട്ട് വരേണ്ടത്? ബ്രഹ്മജ്യോതിർ. എന്താണ് ബ്രഹ്മജ്യോതിർ? ബ്രഹ്മാവിന്റെ പണി എന്താ? ക്രിയേറ്റിവിറ്റി. എന്നിൽ പുതിയ ചിന്തകളൊക്കെ വരുത്തുന്ന വിധത്തിൽ എന്നെ മാറ്റിയെടുക്കുമ്പോഴാണ് ഞാൻ ആരാവുക? ബ്രഹ്മാവാ. എവിടെയാ ബ്രഹ്മാവുള്ളത്? ഹൃദയ, റിപ്പീറ്റ്, ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഒരു കേവ് തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഒരാളെ കാണുള്ളൂ. അതാരാണ്? ബ്രഹ്മാവ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊക്കെ എന്തുണ്ട്? കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അതിനെന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണേ എന്നാണ്. ഇത് നല്ല വാക്കുകളെന്ന് ആലോചിച്ചു. ഈ അർത്ഥമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ ചൊല്ലുമ്പോൾ? സത്യം പറ, ഉണ്ടോ? ഇത് അറിഞ്ഞ് ചൊല്ലുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ? എല്ലാത്തിൻ്റെയും അർത്ഥം അറിയാണ് നല്ലത്. അറിഞ്ഞുകൊണ്ട് തന്നെ ചെല്ലെന്ന് പറയാൻ പറ്റില്ല. ചൊല്ലി പഠിച്ചു കഴിയുമ്പോഴെങ്കിലും അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ആദ്യം പഠിക്കുമ്പോൾ ചിലപ്പോൾ അർത്ഥം അറിയണമെന്നില്ല, പക്ഷെ പഠിച്ചു കഴിയുമ്പോഴേക്കും ഒരു ആഗ്രഹം ഉണ്ടാവണമെന്ത്? അതെപ്പോഴാണ് ഉണ്ടാവുക? ഉള്ളിൽ ബ്രഹ്മാവുണ്ടെങ്കിൽ. അതുണ്ടായാനേ എപ്പോ? ഇത് അർത്ഥം അറിഞ്ഞ് ചൊല്ലിയാൽ. അപ്പോഴല്ലേ ബ്രഹ്മാവ് ഉള്ളിൽ വരണം എന്നല്ലേ പ്രാർത്ഥിക്കണേ. ഇത് ബ്രഹ്മാവേ കേൾക്കണില്ല. കാരണം എന്താ? ബ്രഹ്മാവിനെ അല്ല വിളിക്കണത്, ഇങ്ങനെ വെറുതെ വിളിക്കുന്നു എന്ന് മാത്രം. പോരാ, അറിഞ്ഞ് വിളിക്കണം. അപ്പോൾ കവികളൊക്കെ ആവും. അങ്ങനെ ബ്രഹ്മാവുണ്ടായ ആര് വരും? ബ്രഹ്മാവിൻ്റെ ഭാര്യ വരും അല്ലേ? ബ്രഹ്മാവിനെ എൻ്റെ ഉള്ളിലിരുത്തിയാൽ പിന്നെ ആര് വന്നോളും? ബ്രഹ്മാവിൻ്റെ ഭാര്യ വന്നോളും. ജനാർദ്ദനെ എൻ്റെ ഉള്ളിലിരുത്തി ആര് വന്നോളും? ലക്ഷ്മി വന്നോളും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചൊല്ലും. ആരും കൂടി വരണം? ഗുരുവും കൂടി വരണം. വലിയ അറിവൊക്കെ ഉണ്ട്, പക്ഷെ അതിന് പറ്റിയ ഏത് ഡയറക്ഷനിൽ പബ്ലിഷ് ചെയ്യണം,
അല്ലേ? കവിത എഴുതി അത് ആരെ കാണിക്കണം, എവിടെ കൊണ്ട് കാണിക്കണം, എവിടെ പോകണം, അടുത്ത ലെവലിൽ എവിടത്തേക്ക് പോയാൽ പഠിക്കാൻ പറ്റും. ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന ആളല്ല, എന്താണ്, വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ്. എന്താ വെളിച്ചം? കുറേ അറിവുണ്ട്, പക്ഷേ ഞാൻ ഇരിക്കുന്നത് വലിയൊരു മുറിയിലാണ്, ആരും കേൾക്കാനും കാണാനൊന്നുമില്ല. തീർന്നില്ലേ കഥ? അപ്പൊ നമ്മളെ ഇവിടത്തേക്കൊക്കെ നയിക്കുന്നവരാണ് ആര്? ഗുരുക്കന്മാർ. എവിടത്തേക്ക്? പ്രകാശത്തിലേക്ക്, നല്ല അറിവിലേക്ക്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് നമുക്ക് പോകണം. അത് പോകണമെങ്കിൽ ഇപ്പൊ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുമ്പോൾ ടീച്ചർമാർ ഗുരുക്കന്മാരാവണം. എങ്ങനെ ആരാവണം? 12ാം ക്ലാസ്സിൽ എവിടെയൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരാണ് യഥാർത്ഥ 10ാം ക്ലാസ്സിലെ ഗുരുക്കന്മാർ. 12ാം ക്ലാസ്സിൽ ഗുരുക്കന്മാരാരാണ്? 12 ഇന്ന വിഷയം പഠിച്ചാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നവരാണ് ഗുരുക്കന്മാർ. ഗോട്ട് ഇറ്റ്? കഴിഞ്ഞു. 1 2 3 ഇല്ല. മനസ്സിലായോ? എത്ര വലിയ അർത്ഥമുള്ളൊരു ശ്ലോകാന്ന് ആലോചിച്ച് നോക്കൂ. ഗുരുർ ബ്രഹ്മ. അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ കാര്യം ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതാണല്ലോ. പക്ഷെ അത് ആരാവണം? ഗുരുവും ആരാവണം? ബ്രഹ്മാവാവണം. ഗുരുർ ബ്രഹ്മ, അല്ലെങ്കിൽ ബ്രഹ്മാവ് ഗുരുവാവണം, ഗുരു ബ്രഹ്മാവണം. രണ്ടും ആയ ഒന്നായി. അദ്ദേഹം കഴിവുള്ളവരാവണം. എങ്ങനെ? ക്രിയേറ്റീവ് ആവണം. പണ്ട് പഠിപ്പിച്ച അതേ സംഭവം. പണ്ട് എങ്ങനെ പറയാം? 10ാം ക്ലാസ് ചെയ്യുക, 12ാം ക്ലാസ് ചെയ്യുക, ഗ്രാജുവേഷൻ എടുക്കുക, BEd ആവുക, ടീച്ചർ ആവുക. അങ്ങനെയായി പറഞ്ഞു എന്ന് വിചാരിക്കും. കാരണം അവരതാ ചെയ്തത്. അവർ ക്രിയേറ്റീവ് അല്ല, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരാരാവുക? ആ ഗുരു ബ്രഹ്മാവാവും, അല്ലെങ്കിൽ ബ്രഹ്മാവ് അവരിൽ ഉണ്ടാവും. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു. അവരെന്തു കൂടി ചെയ്യണം? പണി ചെയ്യുന്നവരും കൂടിയാണ്. വിഷ്ണുവിന്റെ പണി എന്താ? കർമ്മമാണ്. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നും ചെയ്യൂല, കാര്യമില്ല. അവർ ചെയ്യും കൂടി വേണം. അങ്ങനെയുള്ള വിഷ്ണുവിനെ ഞാൻ ഗുരുവായിട്ട് സങ്കല്പിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിൽ ഗുരു ഉണ്ടാവണം. ആരുടെ രൂപത്തിൽ? വിഷ്ണുവിന്റെ രൂപത്തിൽ. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര. ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ ഇവിടേക്ക് എത്തി, കുറെ കാര്യങ്ങൾ ചെയ്തു, രാത്രി ഉറക്കില്ല. വല്ല ഗുണമുണ്ടോ? അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ? സുഖമായ ഉറക്കം, അല്ലേ? ഉറക്കം എന്ന് പറയുമ്പോൾ തന്നെ സുഖമായതെന്നല്ലേ പറയാൻ പറ്റും. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല സുഖമായ ഉറക്കമാണ്. അതാര് തരും? ശിവനാണ് തരും. അതുകൊണ്ട് ഉറക്കത്തിന്റെ ഭഗവാനാണ്, സമാധിയുടെ ഭഗവാനാണ്. ഉറക്കത്തിൽ എല്ലാം തീർന്നു, നമ്മുടെ സമാധി രൂപത്തിലാണ്. അതെപ്പോഴാണ് ഉണ്ടാവുക? ശിവന്റെ ഭാര്യ നമ്മുടെ കൂടെ ഉണ്ടാവും. ശക്തി നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുക. ഡോക്ടറെ അടുത്ത് പോയാൽ ആദ്യം ചോദിക്കുക, വലിയ അസുഖങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ അടുത്ത് പോരാ, എന്താ ആദ്യം ചോദിക്കുക? ഉറക്കം സുഖമാണോ എന്ന് ചോദിക്കും. ഉറക്കം സുഖമാണെന്ന് പറഞ്ഞാൽ പകുതി ട്രീറ്റ് ചെയ്യാം. നിങ്ങളുടെ ഉറക്കം പോയി എന്ന് വിചാരിക്കും, വലിയ ബുദ്ധിമുട്ടാണ് ട്രീറ്റ് ചെയ്യാൻ. കാരണം ശരീരത്തിന്റെ അസുഖം മനസ്സിനും കൂടി പറ്റി. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ശരീരത്തിന് പ്രശ്നമില്ല എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ഉറക്കം കെടുത്തരുത്. ഉറക്കം കെടുത്തിയാൽ തീർന്നു. അപ്പൊ ശിവൻ കൂടെ ഉണ്ടാവണം. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര. ഇനി അഥവാ നിങ്ങൾക്ക് അതില്ലെങ്കിൽ നിങ്ങൾക്കത് തരുന്ന ആളാവണം ഗുരു എന്നർത്ഥം. ഏതിലേക്ക് ഡയറക്റ്റ് ചെയ്യണം? നല്ല ഉറക്കത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യണം, നല്ല കർമ്മത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യണം, നല്ല ചിന്തകളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ് ഗുരു. അതുകൊണ്ടാണ് ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ. ഏറ്റവും പരം എന്ന് പറഞ്ഞാൽ മുകളിലാണെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ആരാ? ബ്രഹ്മാവാണ്. ആ ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ, നല്ല ആക്ഷൻ വേണമെങ്കിൽ ആദ്യം എന്താ ഉണ്ടാവേണ്ടത്? ചിന്തയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉറക്കം കെടുത്തുന്ന ചിന്ത. അപ്പൊ ഉറക്കം കെടാൻ എന്താ കാരണം? നല്ല ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിൻ്റെയൊക്കെ ചിന്തയുടെ അധിപനാരാ? ബ്രഹ്മാവാണ്. അതുകൊണ്ട് ആരാ എൻ്റെ കൂടെ വേണ്ടത്? ബ്രഹ്മാവാണ് എൻ്റെ കൂടെ വേണ്ടത്. തസ്മൈ ശ്രീ ഗുരവേ നമഃ. അങ്ങനെയുള്ള ഒരാളെ ഞാൻ ആരായിട്ട് സങ്കല്പിക്കും? ഗുരുവായിട്ട് സങ്കല്പിക്കും. അജ്ഞാന തിമിരന്തസ്യ. അടുത്ത ലൈൻ അതാണ്. അജ്ഞാനമാകുന്ന തിമിരം, കാറ്ററാക്റ്റാണ് തിമിരം. ഇപ്പൊ സർജറിയേ ഉള്ളൂ കാറ്ററാക്ട് വന്നാൽ. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഭാരതത്തിൽ കാറ്ററാക്ട് വന്നാൽ കൺമഷി ഉണ്ടായിരുന്നു. ആ കൺമഷി ഇട്ടാൽ കാറ്ററാക്റ്റും പോകും. അങ്ങനെ മരുന്നുണ്ടായിരുന്ന സ്ഥലമാണ് ഭാരതം. അജ്ഞാന തിമിരന്തസ്യ. അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചെനിക്ക് ഒരു കാര്യവും കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ അറിയാമെന്നുള്ളൊരു ധാരണയും. അതിനെയാണ് തിമിരം എന്ന് പറയാം. ഒരാളുണ്ടെന്ന് എനിക്ക് അറിയാം, പക്ഷെ അത് ആരാണെന്ന് എനിക്കറിയില്ല. ഒരു പാട്ടുണ്ട് ഇങ്ങനെ, അതാണ് ചൊല്ലേണ്ടതെന്ന് അറിയാം, പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്.
കൃത്യമായ അറിവില്ല, തിമിരം. അജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ. ജ്ഞാനമാകുന്ന കന്മഷി എനിക്ക് ഇട്ട് തരും. ആരാ ഇട്ട് തരിക? ഗുരുവാണ് ഇട്ട് തരിക. അതിന് കൃത്യമായിട്ട് അർത്ഥം പറഞ്ഞു തരും. അവരാണ് ഗുരുക്കന്മാർ. ബാക്കിയുള്ള ടീച്ചർമാർ അവർ പഠിപ്പിച്ചോ. ഓക്കെ, LKG കഴിഞ്ഞാൽ UKG പോണ്ടേ. അപ്പം KG മുതൽ PG വരെ പോകണം. അർത്ഥം അറിയുമ്പോഴത്തേക്കും PGയിലെത്തും. അണ്ടർസ്റ്റുഡ്? അജ്ഞാന തിമിരന്തസ്യ ചക്ഷുരുന്മീലിതമ്യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. എന്തർത്ഥത്തിലാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്? അത് നമ്മൾ അറിയാതെ ചൊല്ലിയാൽ മഹാപാപല്ലേ? ഈ എഴുതിയ ആളോട് ചെയ്യുന്ന പാപല്ലേ അല്ലേ? എല്ലാത്തിൻ്റെയും പറ്റുന്നതൊക്കെ അർത്ഥം പഠിക്കണം. ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ പ്രെയർ പഠിച്ചില്ലേ ശരിക്കും? എത്ര കാലമായി ചൊല്ലണു? അതിൽ ശുഭം കരോതു അല്ല, കരോതി. ഗൂഗിൾ ചെയ്യേ. ശുഭം കുരുത്വം കല്യാണം എന്നാണ് ഗൂഗിൾ. അത് ഏതോ ഒരു നോർത്ത് ഇന്ത്യക്കാരി എപ്പോഴോ കുരുത്വം എന്ന് ചൊല്ലി, അതിലാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത്. അതുകൊണ്ട് എല്ലാവരും കുരുത്വം എന്നാക്കി. കരോതി, ശുഭം കരോതി. ഗൂഗിൾ ചെയ്യണം. നിങ്ങൾ എഴുതുക, ചൊല്ലുന്നത്, എന്നിട്ട് വേർഡ് ബൈ വേർഡ്, ലൈൻ ബൈ ലൈൻ, അക്ഷരം ബൈ അക്ഷരം നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് അർത്ഥവും കൂടി മനസ്സിലാക്കണം. ഗുഡ്. ശ്ലോകം എടുത്തു എന്ന് മാത്രം. അങ്ങനെ 2 ദിവസമായി 3 ദിവസമായി അത് കേൾക്കൂ. പറയും. എന്താ വേണ്ട പറയും. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അറ്റ്ലീസ്റ്റ്. ഉറക്കെ ഇരുന്നാൽ മതി. നിങ്ങളുടെയൊക്കെ ധാരണ ഈ നിൽക്കുമ്പോഴാണ്. അതാണ് ഈ പ്രയർ ചൊല്ലുമ്പോൾ നിൽക്കുന്നത്. കർണാടകയിൽ ഒരാൾ നിൽക്കാൻ പറയില്ല. പല രാജ്യങ്ങളിലും പ്രയർ ചൊല്ലുമ്പോൾ ആരും നിൽക്കണമെന്നില്ല എന്നാണ് പറയും. പക്ഷെ എന്തിനാ നിർത്തുന്ന അറിയോ? ഇരിക്കുമ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാറ്റം വരുമ്പോഴല്ലേ നമ്മൾ സൈലന്റ് ആവുള്ളൂ. സൈലന്റ് ആയാൽ മതി. സൈലന്റ് ആവണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും നല്ല പൊസിഷൻ, നിൽക്കുമ്പോഴാണോ നിങ്ങൾക്ക് സ്വാസ്ഥ്യം കിട്ടുക, അല്ല ഇരിക്കുമ്പോഴാണ്? അപ്പോൾ ഇരുന്നാൽ മതി. ഏത് ആസനത്തിൽ ഇരിക്കുമ്പോഴാ സുഖം? എനിക്കിങ്ങനെ ഇരിക്കുമ്പോഴാ സുഖം. ഇങ്ങനെ കാലിൻ്റെ മുകളിൽ കാലിൽ വെച്ച് W വെക്കണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. സുഖ ആസനമാണ് ആസനം. സർക്കസ് കളിച്ചാലേ പറ്റുള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇരിക്കുമ്പോൾ ഏറ്റവും സുഖം ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ എങ്ങനെ ഇരിക്കണം? കാല് കുറച്ച് താഴത്തേക്ക് വെച്ചിരിക്കണം. അതിനാണ് നമുക്ക് പലകയൊക്കെ ഉണ്ടായിരുന്നത് വീട്ടിൽ പണ്ട്. പലകയുടെ മുകളിൽ ഇരിക്കുമ്പോൾ എപ്പോഴും എങ്ങനെ ഇരിക്കും? സ്ട്രെയിറ്റ് ആവും. ഓരോരാളുടെയും വലുപ്പത്തിനനുസരിച്ച് അവർക്ക് പലക വ്യത്യാസമായിരുന്നു ഇല്ലേ? കുട്ടിപ്പലകയുണ്ട്, വലിയ പലകയില്ലേ? ചിലർ വലിയ പലകയിൽ ഇരിക്കുമ്പോഴാണ് സ്വാസ്ഥ്യം, ചിലർക്ക് ചെറിയ പലകയിൽ ഇരിക്കുമ്പോഴാണ് സ്വാസ്ഥ്യം. അപ്പോൾ അവർക്ക് അനുസരിച്ച്, എൻ്റെ വീട്ടിലൊക്കെ ഒരു 10-15 പലകയുണ്ട്. നമുക്കറിയാം ഇന്നതാണ് എൻ്റെത്. പ്രൊമോഷൻ കിട്ടും ചിലപ്പോൾ. കുറച്ച് പ്രായം കൂടുമ്പോൾ അടുത്ത ആളുടെ പലക നമുക്ക് കിട്ടും. പറയൂ ഉറക്കെ, എല്ലാരും കേൾക്കാനാ, എനിക്ക് കേൾക്കാനല്ല. ഹിന്ദി ടീച്ചറായിരുന്നോ അമ്മ? എന്നിട്ട് പറഞ്ഞ് സോന സോന സോന. അല്ല, ഗോൾഡ് സ്മിത്ത് ആയിരുന്നു. രണ്ടർത്ഥം ഉണ്ടല്ലോ അല്ലേ? സോന. ഓ, ഒരു ഭാഗ്യം അല്ലേ? ഏത് യൂണിവേഴ്സിറ്റി? എന്തായിട്ട്? ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുള്ള MG യൂണിവേഴ്സിറ്റി. എൻവറോൺമെന്റ് സയൻസ്, ഫിസിക്സ്, ഇവിടെയൊക്കെയാണ്. ഒരു ബാബു ഉണ്ട് വാരര്, MG യൂണിവേഴ്സിറ്റി. നിങ്ങളുടെ ഇന്നലെ ആരെയൊക്കെ ഉണ്ട്? എൻ്റെ PRO സംസാരിച്ചു. ഓ, ഇപ്പം മാറി. വെറ്റിനറി എവിടെ? വാഗമൺ. നല്ല സ്ഥലമല്ലേ? ആരെങ്കിലും ഇവിടത്തേക്ക് വരുമോ വാഗമൺ? നമ്മളൊക്കെ അങ്ങോട്ട് പോകുന്നു. കുട്ടികൾ ഇവിടെ ആയത് നിങ്ങൾ ഇവിടെ ആയതുകൊണ്ടല്ലോ. ഓക്കെ,
പേര് ചിന്മയി. ഉറക്കെ എനിക്ക് വേണ്ടിട്ടല്ല, എനിക്ക് നിങ്ങളുടെയൊക്കെ പേരൊക്കെ ചിലപ്പോൾ അറിയണ്ടാവും, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പേര് ചിന്മയി. 10ലാണ് അരവിന്ദനാണ് പഠിക്കുന്നത്. ഇത്രേ ഉള്ളൂ. പാട്ടാണ് ഇഷ്ടം. പേര് ശ്രീഗാഥ. 10ലാണ്, ഇവിടെയാണ് പഠിക്കുന്നത്. നമ്മൾ എന്തൊക്കെയോ ഗാഥ കേട്ടിട്ടുണ്ട് അല്ലേ? അല്ലേ, കുറെ ഗാഥ കേട്ടിട്ടില്ലേ? എന്താണ് കൃഷ്ണഗാഥ, പിന്നെ വേറെ ഏതൊരു സിനിമയില്ലേ, ഗാഥേ ഗാഥേ എന്റെ ഗാഥേ, അല്ലേ? നീ കണ്ടിട്ടുണ്ടോ ആ സിനിമ? ആരാ വിളിക്കണേ? മോഹൻലാൽ വിളിക്കണില്ലേ ഗാഥേ എന്റെ ഗാഥേ? ശ്രീഗാഥ എന്ന് ആദ്യമായിട്ട്. പിന്നെ എന്റെ പേര് ശിശിര. ഞാൻ ഇനി അടുത്ത 9th-ലേക്കാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഇവിടെ വരുന്നത്. ഞാൻ ചിന്മയ വിദ്യാലയ കുന്നംകുളത്തിലാണ് പഠിക്കുന്നത്. ബാക്കിയുള്ള എന്റെ പേര് അയാൾ എഴുന്നേറ്റ് വെക്കണം, അപ്പോഴേ കാണുള്ളൂ ബാക്കിയുള്ളത്. എന്റെ പേര് കീർത്തന. ഞാൻ അടൂരിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇനി ഞാൻ 7ലോട്ടാണ് പഠിക്കാൻ പോകുന്നത്. കേന്ദ്ര വിദ്യാലയത്തിലാണ്. ഇവിടെ ആരുടെ കൂടെയാ വന്നത്? എവിടെ അമ്മ? അതും കൂടി പറയണ്ടേ, ഒരു റെഫറൻസ് ഇല്ലേ? ഗുഡ് ഗുഡ്. എൻ്റെ പേര് വത്സല. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മോളുടെ കൂടാണ് ഞാൻ വന്നത്. എൻ്റെ പേര് ശ്രീലേഖ. പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. TPSTയുടെ സത്സംഗം ഗ്രൂപ്പിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത്. എൻ്റെ പേര് അഭിജയ് ശങ്കർ. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പോവുകയാണ്. ഞാൻ KV അടൂരിൽ തന്നെ പഠിക്കുന്നത്. എൻ്റെ പേര് ശീലാദേവി. പുനലൂര് നമ്മുടെ കിടങ്ങൂരൻ്റെ മകള് താമസിക്കുന്ന അങ്ങനെ മോളുമായി പറഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ വരാമെന്ന് വെച്ചാൽ. പിന്നെ എൻ്റെ പേര് ശോഭ. ഞാൻ ശൂരനാട് ചേച്ചിയാണ്. എൻ്റെ പേര് സീതാലക്ഷ്മി. ഞാൻ കാവാലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഇതിനകത്ത് സത്സംഗ് ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞോ. എൻ്റെ പേര് ഗീത. ഞാൻ അടൂർ സ്വദേശിയാണ്. 17 വർഷമായിട്ട് കോട്ടയത്ത് താമസിക്കുന്നു. മാഷ്ടെ സത്സംഗ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടി അങ്ങനെ. സതീഷ് കുമാർ. ഞാൻ വന്നിട്ടുണ്ട് ആ കോളേജ്. ഞാൻ വരാത്ത കേരളത്തിൽ ഒരു കോളേജ്. ഞാൻ WWS ഒരു പ്രോഗ്രാം, വാക്ക് വിത്ത് എ സ്കോളർ, നിർത്തിയ സമയത്ത് മെന്റേഴ്സ് നാവിഗേഷൻ പ്രോഗ്രാം, ടീച്ചർമാരെ മെന്റേഴ്സ് ആക്കാൻ വേണ്ടി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ 4300 കിലോമീറ്റർ ഓടിച്ച് 3 മാസം എല്ലായിടത്തും പോയിട്ട് ക്ലാസ് എടുത്തു. അതുകൊണ്ട് എല്ലാ കോളേജിലും കുറച്ച് പേരെങ്കിലും എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുണ്ടാവും. അധികം കോളേജ് മുമ്പിൽ വന്നു. You do. എൻ്റെ പേര് ഗോവിന്ദ. +1 ഇപ്പോഴത്തെ വർഷം ഇത് തന്നെ പഠിക്കുന്നത്. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ 2 ദിവസം ഉണ്ടായിരുന്നോ ക്ലാസ്? അതും കൂടി പറയണ്ടേ? ഇവർക്ക് അറിയില്ലല്ലോ. ഉണ്ടായിരുന്നു. അരവിന്ദ വിദ്യാമന്ദിർ. ഞാൻ 23 വർഷം ഈ നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ട്. മോള് ഇവിടെ പഠിച്ചപ്പോ അഡ്മിഷന് വേണ്ടി ആ സാധനം ഇപ്പൊ ഇലക്ട്രിക്കല് CET കിട്ടി. മോള് ഇപ്പോഴത്തെ സാറ് കോട്ടയം കളക്ടറേറ്റില്, മോനെ ടെക്നോ പാർക്കില് CET പഠിപ്പിക്കുന്നു. ഞാൻ സുനിത, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ശിശിരയുടെ അമ്മയാണ്. നോക്ക് ശിശുരയുടെ ഐഡന്റിറ്റി നോക്ക്. ബാക്കില് നമസ്തേ. ഞാൻ ഗിരീഷ്. എറണാകുളം. ഞാൻ എല്ലാരെയും അറിയും. കഴിഞ്ഞ 6 മാസത്തിൽ കൂടുതലായിട്ട് അറിയുന്നതാണ്. ഞാൻ ബോംബെയിൽ ഉള്ളപ്പോഴാണ് എന്നോട് സംസാരിച്ചത്.
നിങ്ങളന്ന് അഹമ്മദാബാദിലായിരുന്നു. തീർച്ചയായിട്ടും അത്ര ഷാർപ്പായിട്ട് ഇന്നലെ ഒരാൾ കോഴിക്കോട് നിന്ന് വന്നു. DPSC വളരെ നാളുകൾക്ക് ശേഷം ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വന്നതാണ്. ഇതെന്റെ മിസ്സസ് ദീപി ഉണ്ടായിരുന്നു അന്ന് അഹമ്മദാബാദ്. മകള് NIFT പഠിക്കുന്നു. ഗുഡ്. മകള് കോഴ്സ് കഴിഞ്ഞു വന്നോ? നെക്സ്റ്റ് മന്തിൽ കോഴ്സ് ഈ മാസം നെക്സ്റ്റ് മന്ത്. എൻ്റെ പേര് മാലിനി. ഉം. കളിക്കുന്നോട് സ്വദേശിയാണ്. ഈ സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപിക. ഇന്നലെ ടീച്ചർമാർക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നില്ലേ അതിനകത്ത്? ഉണ്ടായിരുന്നു. പറയൂ, എന്താ വേണ്ട പറയൂ. കമോൺ. എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയാം. നിത്യശ്ലോകാന്ന് പറഞ്ഞിട്ട് ഉണ്ടോ? മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ ഏതെങ്കിലും മൂലക്കൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടോ? ഞാൻ തന്നെ കാശ് കൊടുത്ത് മേടിച്ചതാണ്. പല ക്ഷേത്രങ്ങളിലും മുമ്പ് പലരും പ്രിന്റ് ചെയ്ത് വെക്കേണ്ടത്. എൻ്റെ ഇംഗ്ലീഷ് വെർഷനാണ് ഞാൻ ആദ്യം ചെയ്തത്. പിന്നെയാണ് ചെന്നൈയിൽ ശബരി ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത കാലത്ത് കുറേ വിവാദമൊക്കെ ഉണ്ടായില്ലേ, ശബരി ക്ഷേത്രത്തിൽ ഒരാൾക്ക് താമസം ഫ്രീ ആയിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അയാൾ സ്ഥിരമായിട്ട് ഗവൺമെൻറ് എടുത്ത ഏത് പ്രോജക്റ്റും തീരാത്തപ്പോൾ ഫുൾ കാശ് മുടക്കിയിട്ട് അവിടെ ചെയ്യുന്ന ശശി എന്ന് പറയുന്ന ആളുടെ ബ്രദറാണ്. ശശി ആണ് നമ്മുടെ ട്വിൻ ടവേഴ്സ് ഇല്ലേ, എവിടുത്തെ ബിൻ ലാഡൻ പൊട്ടിച്ച സാധനം, അതിൻ്റെ കംപ്ലീറ്റ് വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നതിൽ അതിലെ മെറ്റൽ ഫുൾ മേടിച്ച ആൾ ഇന്ത്യക്കാരനായ ശബരിക്കാരൻ. അത്രയും റിച്ചാണ്. എന്നിട്ട് വേണം ഈ ശബരിമല എന്നുള്ള ഫ്രീ അക്കോമഡേഷൻ കൊടുത്തിട്ട് ജീവിക്കാനാണ്. മനസ്സിലാവുണ്ടോ പറയണത്? നമ്മൾ ഈ പത്രത്തിൽ വായിക്കുമ്പോഴുള്ള നമുക്കത് അറിയാം. ഞാനൊക്കെ ചെന്നൈയിൽ എവിടെ പോയാലും എന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറയും എൻ്റെ അടുത്ത് ബന്ധു വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ലടേ, അതിന് കൊണ്ടിരിക്കണം. 2 വണ്ടി പൈലറ്റായി പോകறதுக்கு நல்லா இருக்குമല്ലയാ, പൈലറ്റായിട്ടെങ്കിൽ 2 കോടി പിന്നാലെ പോയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ വണ്ടി അയക്കുന്നതാണ്. അവിടേക്കാണ് താമസിച്ചിട്ടുള്ളത് പലപ്പോഴും. കുറേ സ്കൂൾസ് ഉണ്ട്, 14 സ്കൂൾസ് ഉണ്ട് പാലക്കാട്. എല്ലാ നഷ്ടത്തിലോടുന്ന സ്കൂൾസും വിലക്ക് മേടിക്കും, എന്നിട്ട് അവിടെ ജനങ്ങൾക്ക് വേണ്ടി നടത്തും. നല്ല റിച്ച് ആയിട്ടുള്ള ശബരി ഗ്രൂപ്പ്സ്. ഓരോരാളെയും നമ്മൾ ഓരോ സ്ഥലത്തും പോകുമ്പോഴാണ് ഇങ്ങനെ പരിചയപ്പെടുകയും കാണുകയൊക്കെ ചെയ്യുക. ഇതിൻ്റെ അർത്ഥമൊക്കെ എപ്പോഴാണ് മനസ്സിലാവുക? നമ്മൾ ഈ കേൾക്കുന്നൊന്നും അല്ല, ചിലപ്പോൾ മനസ്സിലായോ? ഉള്ളിൻ്റെ ഉള്ളിൽ അതിൻ്റെ കഥയൊക്കെ വേറെ ആയിരിക്കുന്നു മനസ്സിലാവും. കുറേ പ്രോജക്റ്റുകൾ ചെയ്യുന്ന കുറേ പേരൊക്കെ നമ്മളങ്ങനെ കാണാം. അവരൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല തിരിച്ചു. അപ്പോൾ എൻ്റെ ഒരു ബുക്ക് ഞാനവിടെ പണ്ട് 2010 14 വർഷം മുമ്പ് ഭഗവത്ഗീത പഠിപ്പിക്കാൻ പോയ സമയത്തും ശ്ലോകങ്ങൾ പഠിപ്പിക്കാൻ പോയ എൻ്റെ ബുക്ക് കംപ്ലീറ്റ് ലക്ഷക്കണക്കിന് കോപ്പി പ്രിന്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട്. അങ്ങനെയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്, ഞാനല്ല ചെയ്തത്. പിന്നെ ആ ടെക്സ്റ്റ് അങ്ങനെ തന്നെ എടുത്തിട്ട് കുറച്ച് പ്രിന്റ് ചെയ്തു. ആ ഇംഗ്ലീഷും അന്നൊക്കെ ഉള്ള സമയത്ത് നമുക്ക് മിനിമം നോളജൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പം ഞാനത് രണ്ടാമതും പ്രിന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഐ ജസ്റ്റ് ഗോട്ട് ഇറ്റ്. കുറച്ച് സാമ്പിൾ പ്രിന്റ് ചെയ്ത് ഞാൻ കൊടുത്തു. അതിനകത്ത് കുറേ ശ്ലോകങ്ങളുണ്ട്. അത് അതുപോലെ ഇന്റർനെറ്റിലുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ട്. ഇതാണ് ആ ബുക്ക്, നിത്യശ്ലോകാണ്. ഓക്കെ, ഇത് ഇംഗ്ലീഷിലാണ് അടിച്ചിരിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർ മലയാളം ചിലപ്പം, കാരണം ഇന്ത്യയിൽ മാത്രമല്ല പല സ്ഥലത്തും, ഏറ്റവും കൂടുതൽ കേരളത്തിന് വെളിയിലാണ്. ഞാൻ ജീവിക്കുന്നത് അവിടെയാണ്. എൻ്റെ പിള്ളേരൊക്കെ ചെറുതാവുന്ന സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് പഠിപ്പിച്ച ശ്ലോകങ്ങളാണ്, അല്ലാണ്ട് ബുക്ക് എഴുതാനായിട്ട് ഉണ്ടാക്കിയതല്ല. ഞാൻ കളക്ട് ചെയ്ത, എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ കളക്ട് ചെയ്ത സംഭവങ്ങൾ എന്ത് ചെയ്തു, ഒരു സീക്വൻസ് ആയിട്ട് ബുക്കായിട്ടിട്ടു. അതിനകത്ത് ഇന്നലെ ഞാൻ രാമായണത്തിൻ്റെ ഏകശ്ലോകം പറഞ്ഞിരുന്നു അല്ലേ? ഏകശ്ലോകം രാമായണം ഏതിനകത്തുണ്ട്? സംസ്കൃതത്തിലുണ്ട്. അറിയോ? ചൊല്ല്. അത് മനസ്സിലപ്പ പൂർവം, ആരും കേൾക്കാണ്ട് പറയല്ല, ഉറക്കെ. ഉറക്കെ മക്കളെ, ഉറക്കെ.
നാശനം ബാലി നിഗ്രഹണം സമുദ്രതരണം സമുദ്രതരണം, ലങ്കാപുരി നാശനം ദാഹനം എന്നും പറയും, നാശനം എന്നും പറയും. എല്ലാ ശ്ലോകങ്ങളും ഇതിനകത്ത്. രാവണ കുംഭകർണ നിധനം ഹനനെന്നും പറയും. പിന്നെ സമ്പൂർണ്ണ രാമായണം. ഏതത് ഹി രാമായണം. ഇങ്ങനെയാണ് രാമായണം. ഓട്ടെ, രാമായണം വലിയ ബുക്കാണ്. പക്ഷെ നമുക്ക് എന്ത് വേണം? പടയെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റണം. അതും എളുപ്പമാണ്, അതിനുള്ള മാർഗമുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അതുപോലെ സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഭാരതം. ഇത് നല്ല രസമാണ്. അതുപോലെ ഭാഗവതമുണ്ട്, ഭഗവത്ഗീതയുണ്ട്. ഭഗവത്ഗീതയുടെ ഏതായിരിക്കും? പരിത്രാണായ സാധൂനാം, അതാണ് മെയിൻ ഭഗവത്ഗീതയുടെ. ഭഗവത്ഗീത. ഇപ്പൊ ഭഗവത്ഗീതയുടെ എസെൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ശ്ലോകമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു ശ്ലോകത്തില് പറഞ്ഞില്ല ഇന്നലെ, ഒരു ശ്ലോകത്തിലും ഭഗവത്ഗീത പഠിച്ചു തീർക്കും. നിങ്ങൾക്ക് ഭഗവത്ഗീത അറിയോ? അറിയാം. എന്താണ്? ഇതാണ് ഭഗവത്ഗീത. രാമായണം അറിയോ? അറിയാം. എന്താണ്? ഇതാണ് രാമായണം. ഒരു ശ്ലോകം. പൂർവം രാമ തപോവനാതി ഗമനം. എല്ലാരും അറിയാത്തവരും പഠിക്കണ്ടേ? ഞാൻ ചൊല്ലണ്ടത് ഉറക്കെ. ജടായുമരണം, സുഗ്രീവ സംഭാഷണം, ബാലി നിഗ്രഹണം, സമുദ്രതരണം, ലങ്കാപുരി മർദ്ദനം. ലങ്കാപുരി ദാഹനം എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളതിൽ, അതാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ചൊല്ലാൻ പറയുന്നത്. പിന്നെ തെറ്റുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് കറക്റ്റ് ചെയ്തത് ബ്രഹ്മശ്രീ KPC അനിയൻ ഭട്ടതിരിപ്പാടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്, ഇത് കുഴപ്പമുണ്ടാവില്ല. ദാഹനം, പശ്ചാത് രാവണ കുംഭകർണ, സമ്പൂർണ്ണ രാമായണം. ഏതത് ഹി രാമായണം. അപ്പൊ ഇതിനകത്ത് അതുപോലെ ഉണ്ട്. ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് കരാഗ്രേ ചില ഭാഗത്തൊക്കെ ഗോവിന്ദ എന്നാണ്. കാരണം ഗുരു പറഞ്ഞത് അതിൽ അർത്ഥമില്ല, അതിന് ലോജിക്കില്ല. കാരണം ഇതിനൊരു കൃത്യമായിട്ട് ലോജിക്ക് പറയണമെങ്കിൽ ഗോവിന്ദനല്ല അവിടെ വേണ്ടത്, ഗൗരിയും കൂടി വേണം എന്നുള്ളത്. നമ്മുടെ എല്ലായിടത്തും പറ്റിയിട്ടുള്ള അങ്ങനെ. ഭാഗവതം പണ്ട് ദേവി ഭാഗവതമായിരുന്നു. നവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് 9 ദിവസം നടക്കും. ഇപ്പൊ നിന്നു. ഇപ്പൊ ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ എന്തേ ഓർമ്മ വരുള്ളൂ? കൃഷ്ണൻ മാത്രമേ ഓർമ്മ വരുള്ളൂ. കാരണം അതിന് മാർക്കറ്റിംഗ് കുറച്ച് കൂടുതലാണ്. റൈറ്റ്? ദേവിക്ക് മാർക്കറ്റിംഗ് കുറവാണ്, അതുകൊണ്ട്. പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ക്ഷേത്രം ദേവീ ക്ഷേത്രമായിരുന്നു. 50,000-ലധികം ഉണ്ടായിരുന്നു. ഇപ്പൊ പോയി, പലയിടത്തും പോയി. അതുകൊണ്ട് തന്നെ ദേവി പരാശക്തി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ. ആദിപരാശക്തി. എല്ലാ ഭഗവാന്മാരെയും വിഷ്ണുവിനെ വിഷ്ണുവാക്കിയതും ബ്രഹ്മാവിനെ ബ്രഹ്മാവാക്കിയതും ശിവനെ ശിവനാക്കിയതും ദേവിയാണെന്ന്. മക്കളെയൊക്കെ മക്കളാക്കുന്ന ആരാ? അമ്മയല്ലേ. അപ്പോൾ ആദിപരാശക്തിയാണ് ഏറ്റവും വലിയ ദേവി. എത്ര രൂപങ്ങളുണ്ടാവും? എത്ര കാണാൻ പറ്റുമോ അത്രയും ഉണ്ടാവും. 56 അക്ഷരം ഉണ്ടെങ്കിൽ 56 അക്ഷരത്തിനും ഓരോ ദേവിമാർ. 56 അക്ഷരത്തിലും ഓരോ ദേവിമാർ. ആ ഓരോ അക്ഷരത്തിലും തുടങ്ങുന്ന ദേവിമാരുടെ പേരുണ്ട്. സഹസ്രനാമങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല, ആ പേരിൽ വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിലുണ്ട്. പിന്നെ വേറൊരു രൂപമാണ് സാധാരണ നമ്മൾ പറയാറുള്ള 10 ദേവീ സങ്കല്പങ്ങൾ. ദശമഹാവിദ്യ എന്നാണ്. എൻ്റെ ഒരു ബുക്കുണ്ട്, ദശമഹാവിദ്യ. ദശമഹാവിദ്യ എന്ന് പറഞ്ഞിട്ട് പുസ്തകം. ഇതൊക്കെ ഇന്റർനെറ്റിലുണ്ട്, ഡൗൺലോഡബിൾ ആയിട്ട് അവൈലബിൾ ആണ്. ഏതിൽ? ഇതിൻ്റെയോ? ഇതിൻ്റെ അവൈലബിളാണ്. മലയാളം ഉണ്ട്, എൻ്റെ അടുത്തില്ല. ഇതിന്റെ പകുതിയാണ്. പ്രിന്റ് ചെയ്യുന്നതിന് വ്യത്യാസം. ചില പബ്ലിഷേഴ്സ് ഒക്കെ എന്താ വെച്ചാൽ അതിന്റെ കൂടെ സഹസ്രനാമങ്ങളൊക്കെ ചേർത്തിട്ട് വലുതാക്കി, അപ്പോഴല്ലേ കാശ് കൂടുതൽ ചോദിക്കാൻ പറ്റും. ഇതിന് മാത്രമാകുമ്പോൾ അത്ര മേടിക്കാൻ പറ്റില്ല വെച്ചാൽ അങ്ങനെയും ചെയ്തവരുണ്ട്. പല ക്ഷേത്രങ്ങളുടെ മുമ്പിലും കാണാം. പലരും എന്റെ പേരിൽ തന്നെ രാവിലെ പലയിടത്തുണ്ട്, പലരും ഉപയോഗിക്കും. കാരണം ഇതൊന്നും വിറ്റ് കാശുണ്ടാക്കിയിട്ടോ ഒന്നും അല്ല ഞാൻ ജീവിക്കണം. അപ്പോൾ അതിനൊന്നും നോക്കാറില്ല ആരാ പ്രിന്റ് ചെയ്യാം. അതും ചോദിക്കാൻ ആര് വേണമെങ്കിലും പ്രിന്റ് ചെയ്ത് കൊടുക്കും. ഇതൊന്നും എൻ്റെതല്ലല്ലോ ശ്ലോകം, ആണോ?
ആരാ എഴുതിയെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയണ്ടേ അല്ലേ? പിന്നെ ഞാനത് പ്രിന്റ് ചെയ്തിട്ട് എൻ്റെ കാശ് ഉണ്ടാക്കുന്നതിൽ എന്താണ്? രണ്ടുണ്ട് അവൈലബിൾ. ഇതിനകത്ത് ഒരുവിധം എല്ലാ ശാന്തി മന്ത്രങ്ങളും ഒക്കെ ചേർത്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ആഗ്രഹത്തിന് പഠിച്ച ഓരോ ദേവീദേവന്മാരുടെ ശ്ലോകങ്ങൾ എന്താണ്, വിളക്ക് തെളിയിക്കുമ്പോൾ എന്താ വേണ്ടത്, ബ്രഹ്മാവിൻ്റെ എന്താണ്, ധന്വന്തരിയുടെ എന്താണ്, അതുപോലെ ശാന്തി മന്ത്രങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ മഹാവചനങ്ങൾ എന്താണ്, ഗുരു പ്രണാമങ്ങൾ എന്തൊക്കെയാണ്, മൃത്യുഞ്ജയ മന്ത്രം എല്ലാം ഉണ്ട്. തുളസി എന്താണ്, തുളസിക്ക് പ്രദക്ഷിണം വെക്കുമ്പോൾ എന്ത് ചൊല്ലണം, ബില്വത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ എന്ത് ചൊല്ലണം, എല്ലാത്തിനും പുരുഷസൂക്തം ഒക്കെ ഉണ്ട്. സാധാരണഗതിയിൽ ഒരു നിത്യശ്ലോകം രാവിലെ ഉണർന്നാൽ മുതൽ രാത്രി കിടക്കുന്നത് വരെ, നിദ്രാസമയേ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ, അപ്പോൾ രാവിലെ ഉണർന്നത് മുതൽ ഉള്ള ആവശ്യങ്ങൾക്കുള്ള ഓരോ ക്ഷേത്രത്തിലും പോകുമ്പോഴുള്ള ശ്ലോകം എല്ലാം ഉണ്ടാവണമെന്നില്ല. കാരണം അങ്ങനെ തീർക്കാൻ പറ്റില്ല. രാമകൃഷ്ണ മഠവും ഇതേപോലൊരു ബുക്ക് പണ്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കോപ്പിയൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. പറയൂ. ഇതൊരു സത്സംഗമാണ്. അപ്പൊ നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം, പറയാം, ഡിസ്കസ് ചെയ്യാം. ശ്ലോകവും പുരാണവും മഹാഭാരതവും ആവണമെന്നൊന്നുമില്ല. എന്തും ആവും. എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ വേഗം ചോദിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ ഈ സമയമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിടാൻ കുറേ സൈലന്റ് ആകുമ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അത് നോക്കി കണ്ടുപിടിച്ച് അവിടെ കട്ട് ചെയ്യണം. വലിയ ബുദ്ധിമുട്ടായി ഇടയിൽ സൈലന്റ് ആവും. സോ ആസ്ക് എനിത്തിങ് യു ക്യാൻ ആസ്ക്. ഈ സനാതനധർമ്മം എന്നുള്ള വാക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ്. ആണോ അല്ലയോ? അല്ലേ? സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? 108 സനാതനധർമ്മത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ബുക്കാണ്. സനാതനധർമ്മ ഗോൾസ്. എന്താണ് സനാതനധർമ്മം കൊണ്ട് നമുക്ക് വേണ്ടത്? SDG എന്നാണ്, സനാതനധർമ്മ ഗോൾസ്. കാരണം ഇപ്പോൾ SDG എന്ന് പറഞ്ഞിട്ട് പ്രചരിക്കുന്ന വലിയൊരു സംഭവമുണ്ട് ലോകത്തിൽ. യുണൈറ്റഡ് നേഷൻസ് പണ്ട് UNDP ഉണ്ടായിരുന്നു. ആ UNDP ഒക്കെ മാറ്റിയിട്ട് ഇപ്പം എന്താക്കി, 2015 മുതൽ 2030 വരെ എല്ലാവരും സെമിനാർ നടത്തുന്നത്. ഏത് സ്കൂളിൽ പോയാലും ആദ്യമായിട്ട് ചോദിക്കുക SDG 4 എഡ്യൂക്കേഷൻ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആവണം. അങ്ങനെ ഓരോ നമ്പർ ഇട്ടിട്ട് കുറേ SDGകളുണ്ട്. അത് വന്ന സമയത്താണ് ഞാൻ SDG എന്ന് പറഞ്ഞിട്ട് എന്തെഴുതിയത് ബുക്ക്, സനാതനധർമ്മ ഗോൾസ്. തൽക്കാലം 15 കൊല്ലം വരേണ്ടതല്ല, ഇത് കാലാകാലങ്ങളായിട്ട് ഇവിടുന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഇതിനകത്ത് കാണാം. നമ്മളിപ്പോൾ എൻവിറോൺമെൻറ്റ് പറയും ഇല്ലേ? പറയുമല്ലോ, എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ. നമ്മുടെ ധാരണ ഇപ്പം തോന്നിയ തോന്നലാണ് ഈ എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ. പണ്ട് നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സങ്കല്പം എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷനാണ്. സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർമാരൊക്കെ ശരിക്കും അറിയണം ഭാരതത്തിൽ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്തായിരുന്നു. നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങൾക്കും അടുത്ത് കാവുകളില്ലേ? കാവുകൾ എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാക്കിയതാണ്. കുളമില്ലേ? വാട്ടർ ടാങ്കുകളാണ്, വാട്ടർ പ്രിസർവേഷന് വേണ്ടി ഉണ്ടാക്കിയതാണ്. 4ഉം 5ഉം കുളങ്ങൾ, 5ഉം 10ഉം ഏക്കറുള്ള കുളങ്ങളുള്ള എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ഇരിങ്ങാലക്കുട ഭരതക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, കൂടൽമാണിക്ക്. എൻ്റെ 4 ഭാഗത്തും കുളമാണ്. കുളത്തിൻ്റെ വലിപ്പം, ആ ഉള്ളിലുള്ള തീർത്ഥക്കുളം പോലും 3 ഏക്കറയാണ്. കുലീപനി വന്ന് അവിടെ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ്. അതുകൊണ്ട് സംഗമം ഉള്ള സ്ഥലമാണെന്ന്, സംഗമേശ്വരൻ്റെ പേര് അതുകൊണ്ടാണ് വന്നതെന്നുള്ളൊരു ധാരണയുണ്ട്. 3 റിവർ ചേർന്നിട്ടുള്ള ആണ് തീർത്ഥം. വേറൊരു അർത്ഥം, ഏതോ രാജാവ് ആ സമയത്ത് വന്നിട്ട് ഭരതൻ്റെ നെറ്റിയിലുള്ള ചെറിയൊരു പൊട്ടിന് തിളക്കം കണ്ടപ്പോൾ എൻ്റെ കിരീടത്തിലുള്ള പൊട്ടിന് തുല്യമാവോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കൊണ്ടുപോയി പങ്കെടു ചേർന്നു. അങ്ങനെ സംഗമിച്ചു അദ്ദേഹത്തിൻ്റെ. ഇങ്ങനെയൊക്കെയാണ് വ്യത്യസ്ത കഥകളുണ്ട്. ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും. അപ്പോൾ അവിടെ ഒരു കാലത്ത് പണ്ട് എൻവറോൺമെൻറ്റ് സയൻസ്, ഞാൻ എൻവറോൺമെൻറ്റൽ ഡേയിൽ, അങ്ങനെ എൻവറോൺമെൻറ്റൽ ഡേ ഒക്കെ സാധാരണ കോളേജിലും സ്കൂളിലൊക്കെ അല്ലേ, ഞാൻ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു. എൻവറോൺമെൻറ്റ് സയൻസ് ആഘോഷിക്കേണ്ടത് എവിടെയാണ് അല്ലേ? ഏറ്റവും കൂടുതൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലത്ത് വേണ്ടി അതിനെക്കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ എൻവറോൺമെൻറ്റ് ഡേയിൽ ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തിയ ആൾ ഞാനേ ഉണ്ടാവും. എന്താ പറഞ്ഞത്? ഈ ക്ഷേത്രമാണ് എൻവറോൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്താ കാരണം? വാപി കൂപ്പത്തട്ടാക്കാനി. വാപി എന്ന് പറഞ്ഞാൽ കിണർ, കൂപ്പം ചെറിയ കുളം, തടാകം വലിയ ജലാശയം.
അപ്പോൾ ആദ്യം ചെറിയ വെള്ളം, പിന്നെ കുറച്ച് കൂടിയത്, അതിലും കൂടിയത്, വാപി കൂപ തടാകാനി. ഇനി ഇതൊക്കെ ഉണ്ടായാൽ അതിൻ്റെ അടുത്തൊക്കെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? കുറേ ചെടികൾ വെക്കാൻ പറ്റും. ദേവതാനയനാനുജ, കുറേ ചെടികൾ വെക്കാം. അതെങ്ങനെയുള്ള ചെടികളാവണം? അന്നപ്രധാനമുദ്യാനം. അന്നപ്രധാനമുദ്യാനം ഭക്ഷണം തരുന്നതാണ്, നമുക്കല്ല, ആർക്ക്? ഏത് ജീവിക്കും ഭക്ഷണം കിട്ടുന്നതാണ്. പാപി കൂപ്പത്തടാകാനി ദേവതാനയനാനിച്ച അന്നപ്രധാനമുദ്യാനം പൂർത്തം ഇത്യഭിധീയത. ഈ കർമ്മങ്ങൾക്ക് എന്ത് കർമ്മം എന്നാ പറയാ? പൂർത്തകർമ്മം എന്നാ പറയാ. ഓക്കെ. അപ്പോൾ സനാതനധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചത് 2 കർമ്മങ്ങളാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പൂർത്തകർമ്മം. പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ചെങ്കിലും കാശും ജീവിത സാഹചര്യമൊക്കെ വേണ്ടേ. അതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന എൻ്റെ ഇഷ്ടകർമ്മത്തിനാണ് ഇഷ്ടകർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ പോവുക, എനിക്ക് പ്രൊമോഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ കുടുംബം നന്നാവണമെന്ന് പ്രാർത്ഥിക്കുക. ഈ കർമ്മങ്ങളെയൊക്കെ ഞാൻ ചെയ്യുന്ന എല്ലാ ക്ഷേത്ര വിസിറ്റുകളും ഞാൻ ചെയ്യുന്ന പ്രയറും ഒക്കെ സെൽഫിഷാണ്. അത് സെൽഫിഷ് അല്ലാതാവണമെങ്കിൽ ഭഗവാൻ സെൽഫിഷായിട്ടുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കും തോന്നുന്നു? ഇല്ല. ആ സെൽഫിഷ് ആവാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കണം? നന്മ ചെയ്യാൻ ഉപയോഗിക്കണം. മനസ്സിലാവുണ്ടോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന പൂർത്തകർമ്മങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കർമ്മങ്ങളെ ഇഷ്ടകർമ്മം എന്ന് പറയും. അതെൻ്റെ ഇഷ്ടമല്ല. ആരുടെ ഇഷ്ടമാണ്? ഭഗവാന്റെ ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടകർമ്മം എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളൊക്കെ പോകാത്തോളൂ അതൊക്കെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും ഇഷ്ടകർമ്മം. ആ 2 കർമ്മവും ചേർന്നാൽ അതാണ് സനാതനധർമ്മം. അപ്പോൾ നമുക്കൊക്കെ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നതാണ് സനാതനധർമ്മം. അത് എത്ര കാലം നിൽക്കും? നമ്മുടെ വീട്ടിനടുത്തുള്ള കുളമില്ലേ? ഇല്ലേ? ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലൊരു കുളം ഉണ്ടാവില്ലേ? ആര് കുഴിച്ചതാ? ഏതോ ഒരാൾ ചെയ്തതാണല്ലോ. അത് സനാതനമാണ്. എപ്പോഴാണിത് തുടങ്ങിയത്, എപ്പോഴാണ് കുഴിച്ചത്, എപ്പോഴാണത്, എത്ര കൊല്ലം അത് നിൽക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന എല്ലാവർക്കും ഗുണമുള്ള ഏത് കാര്യത്തെയും എന്ത് പറയാം? സനാതനം എന്ന് പറയാം. അപ്പോൾ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെയൊക്കെ സനാതനധർമ്മം എന്ന് പറയും. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പക്ഷെ അതൊന്നല്ല ഇന്ന് നമ്മൾ കേൾക്കുന്ന സനാതനധർമ്മം, അല്ലേ? ഇതെത്ര ലോജിക്കലാന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ BJP ഒക്കെ സനാതനധർമ്മം, അതിന് ഓപ്പോസിറ്റ് ഉള്ളതൊക്കെ അല്ലേ അനാതനധർമ്മം. അങ്ങനെ ഇല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദോഷം. നമ്മൾ വളരെ വളരെ ഹ്രസ്വമായിട്ടും വളരെ കുറച്ചും മാത്രം ചിന്തിക്കുന്നവരാണ്. കുറേ വിശാലമായിട്ടുള്ള കുറേ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാടാണ്. ആ സമയത്ത് ധർമ്മപുത്രനും ദുര്യോധനും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. 2 യുദ്ധം ചെയ്യുന്നവരും ഒരേ ക്ലാസ്സിലാണ്, ഒരേ മാഷുടെ സ്റ്റുഡൻസ് ആണ്, ഒരേ തറവാട്ടുകാരാണ്, ഒരേ കസിൻ ബ്രദേഴ്സാണ്. അവർ 2 ആളും സനാതനികളുമാണ്. പക്ഷെ അത് വളരെ ഹ്രസ്വമായിട്ട് ചിന്തിച്ചിട്ട് കുറച്ച് മാത്രം സെൽഫിഷായിട്ട് ചിന്തിച്ചതുകൊണ്ട് ദുര്യോധനൻ മോശമായി. കുറച്ച് വൈഡറായിട്ട് ചിന്തിച്ചുകൊണ്ട് ധർമ്മപുത്രരും പാണ്ഡവന്മാരും യഥാർത്ഥ സനാതനികളായിട്ട് മാറി. അവിടെയും ഒരേ കാലത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അങ്ങനെയായി. ഓക്കെ, അതാണ് മിനിമം സനാതനം. അതിനകത്തും പറഞ്ഞിട്ടുണ്ട് ഇഷ്ടതേ ലഭതേ സ്വർഗം. ഇഷ്ടകർമ്മം മാത്രം ചെയ്താൽ നിങ്ങളവിടെ പോവും, സ്വർഗത്ത് പോകും. പൂർത്തേ മോക്ഷമവാപ്നിയാത്ത്. പൂർത്തകർമ്മം ചെയ്താൽ മോക്ഷം കിട്ടും. പെർമനന്റ് സാൽവേഷൻ, ബ്ലിസ്ഫുൾ ഹാപ്പിനെസ്, തുര്യാവസ്ഥ, കൈവല്യാവസ്ഥയൊക്കെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? പൂർത്തകർമ്മം ചെയ്യണം. ഇഷ്ടതേ ലഭതേ സ്വർഗം പൂർത്തേ മോക്ഷമവാപ്നിയാത്ത്. പിന്നെ come on.